ഞാനൊരു അമിത ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാലയായ എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ആം, എല്ലാവർക്കും ഹായ് 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 ഹായ്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മള് എന്തുകൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പടികളിലൂടെ PLW പറയാൻ ശ്രമിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ ശ്രമിച്ചത്. അതായത് സ്റ്റെപ്പ് 4 മുതൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് 5 മുതൽ 9 വരെയുള്ള 5, 6, 7, 8, 9 പടികളെ പറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന് അമൻസ്. എന്താണ് അമൻസ്? അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളതെങ്കിലും അതിന്റെ ഒരു ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് ടു ഫ്രീ ഫ്രം ഫോൾട്ട്, തെറ്റുകളിൽ നിന്നുള്ള ഒരു മോചനം. ടു ഇംപ്രൂവ്, നമ്മളൊരു പുരോഗമനം ഉണ്ടാക്കുക. ചേഞ്ച് ഓർ കറക്റ്റ്, മാറ്റുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തിരുത്തുക എന്നുള്ള, മാറ്റുക അല്ലെങ്കിൽ തിരുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഡിക്ഷണറി മീനിങ് ആയിട്ട് അമൻസിനെ കാണേണ്ടത്. ബിഗ് ബുക്കില് എന്തൊക്കെയാണ് അമൻസിനെ പറ്റി പറയുന്നത്? പേജ് നമ്പർ 76 മുതൽ 83 വരെ നമ്മൾ വളരെയധികം സമയമെടുത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് ചരിത്രകാരൻ പറയുന്നതിനോടൊപ്പം തന്നെ മലയാളത്തിൽ ബിഗ് ബുക്കിൽ എവിടെയൊക്കെയാണ് പറയുന്നതൊക്കെ നമുക്ക് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അമൻസ്? അമൻസ് കൊണ്ട് നമ്മൾ എന്താണ് ബിഗ് ബുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പയർ ദ ഡാമേജ് ഡൺ ഇൻ ദ പാസ്റ്റ്, മുൻകാലങ്ങളിലുള്ള നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഡാമേജുകൾ തിരുത്തുക. ടു സ്വിപ്പ് അവേ ദ ഡെബ്രീസ്, അതായത് നമ്മളുടെ സൈഡിലുള്ള അഴുക്കുകളെ തൂത്തുകളയുക. ടു സെറ്റ് റൈറ്റ് ദ റോങ്, അതായത് ശരിയായിട്ടുള്ള കാര്യം ചെയ്യുക, അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് ശരിയായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുക. ടു സ്ട്രൈറ്റൻ ഔട്ട് ദ പാസ്റ്റ്, നമ്മുടെ പഴയ കാലം നേരെയാക്കുക. ടു സ്വീപ്പ് ഓഫ് ഫോർ ഔട്ട് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ സൈഡിലുള്ള സ്ട്രീറ്റിലെ കളയുക. പിന്നെ അഡ്മിറ്റ് അവർ ഫോൾട്ട്, നമ്മുടെ തെറ്റ് സമ്മതിക്കുക. മേക്കിംഗ് ഗുഡ് റീകൺസ്ട്രക്ഷൻ, നല്ലത് ചെയ്യുക, പിന്നീട് പുനർനിർമ്മിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 4-ാം പടിയുടെ ഉദ്ദേശം എന്താണ്? 5-ാം പടിയുടെ ഉദ്ദേശം എന്താണ്? 6, 7 പടികളുടെ ഉദ്ദേശം എന്താണ്? പാസ്റ്റിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറെ, പ്രത്യേകിച്ച് 4, 5 പടികൾ, പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും 4-ാം പടിയിലൂടെ നമ്മൾ 4-ാമത്തെ കോളത്തിൽ നമ്മളുടെ പങ്ക് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച അതൊക്കെ പറഞ്ഞതാണ്. അതായത് ആളുകളുടെ പേരെഴുതുന്നു, സ്ഥലങ്ങളുടെ സ്ഥാപനങ്ങളുടെ പേരെഴുതുന്നു, നമുക്കതെങ്ങനെ ബാധിച്ചു എന്ന് കാണുന്നു, നമ്മുടെ ഭയം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ലൈംഗികത ഇതിനകത്തൊക്കെ ബാധിച്ചിട്ടുണ്ടോ നമ്മൾ കണ്ടെത്തി. പിന്നീട് അടുത്ത കോളത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? എന്റെ പങ്ക് എന്താണ്? ഞാൻ എന്തെങ്കിലും രീതിയിൽ സെൽഫിഷ് ആയിരുന്നോ എന്നുള്ള ആ ഒരു പങ്കിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ആ തെറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാണ് ഈ തെറ്റ് മനസ്സിലാക്കുന്നത്? തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. പിന്നീടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുന്നോട്ടുള്ള ജീവിത കാലഘട്ടങ്ങളിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് കഴിഞ്ഞ കാല തെറ്റുകളെ നമ്മൾ പൂർണ്ണമായും പേപ്പറിൽ പെൻ ആൻഡ് പേപ്പർ എന്നാണ്, പേപ്പറിൽ എഴുതി, പേന കൊണ്ട് എഴുതി കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അമൻസ് അതൊക്കെ. പിന്നീടുള്ള അമൻസിനെ കുറിച്ച്, അമൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോ എന്താണ്, എത്ര കാറ്റഗറി അമൻസിനെ പറ്റി പറയുന്നത്? 5-8 കാര്യങ്ങളുണ്ട് അല്ലെ? എന്ന് ബിസിനസ് അക്വൈന്റൻസ് ആൻഡ് ഫ്രണ്ട്സ്, അതായത് നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനോടോ കൂട്ടുകാരോടോ. ദ മെൻ വി ഹേറ്റ്, നമ്മൾ വെറുക്കപ്പെടുന്ന മനുഷ്യരോട് എങ്ങനെ അമൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഫോർമർ എനിമീസ്, മുൻകാല ശത്രുക്കളോട് എങ്ങനെ അമൻസ് ചെയ്യണം. ടു ഹും വി ഓ മണി, ക്രെഡിറ്റേഴ്സ് അല്ലെ, നമ്മൾ കടം മേടിച്ചിട്ടുള്ളവരോട് അല്ലെങ്കിൽ നമ്മൾ പണം കടം കൊടുക്കാനുള്ളവരോട് എങ്ങനെ അമൻസ് ചെയ്യണം. പിന്നീട് പറഞ്ഞത് ക്രിമിനൽ ഒഫൻസസ്, ക്രിമിനൽ ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവര്. ഡൊമസ്റ്റിക് ട്രബിൾസ്, അപ്പം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. വൈഫ് ഓർ പേരൻസ്, വൈഫിനോടും പേരൻസിനോടും, ദ ഫാമിലി, മൊത്തത്തിൽ കുടുംബാംഗങ്ങളോട് എങ്ങനെയായിരിക്കണം. റോങ്സ് വി ക്യാൻ നെവർ ഫുള്ളി റൈറ്റ്, അതായത് ചില തെറ്റുകൾ നമ്മളായിരിക്കും, അയാളായിരിക്കില്ല ശരി, നമ്മളായിരിക്കും ശരി എങ്കിൽ പോലും അവിടെയും നമ്മൾ എങ്ങനെയാണ് അമൻസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞെടുത്തത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്താണ് ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളും നമ്മൾ പറഞ്ഞല്ലോ. അതായത് വി ഗോ ടു ഹിം ഇൻ എ ഹെൽപ്ഫുൾ ആൻഡ് ഫോർഗീവിങ് സ്പിരിറ്റ്, അതായത് ക്ഷമിക്കുന്ന, സഹായ മനസ്കനായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ആ മനസ്സിലേർപ്പെടാൻ പോകുന്നത്. വി നെവർ ക്രിട്ടിസൈസ് ഓർ ആർഗ്യൂ, നമ്മൾ ഒരിക്കലും തർക്കിക്കുകയോ
ആർഗ്യുമെന്റിൽ അല്ലെങ്കിൽ വിമർശിക്കുകയില്ല. ക്രിട്ടിസൈസ്, വിമർശിക്കുക, ആർഗ്യൂ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക. വിമർശിക്കുകയോ തർക്കിക്കുകയോ ബി എം വെരി കെയർഫുൾ നോട്ട് ടു ക്രിട്ടിസൈസ് ദം. അവരൊരിക്കലും നമ്മൾ വിമർശിക്കാൻ തയ്യാറാവില്ല. ഹിസ് ഫോൾസ് ആർ നോട്ട് ഡിസ്കസ്ഡ്, അവർ മാനർ ഈസ് കാം, ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ. അപ്പോ അവരുടെ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യില്ല. നമ്മുടെ ടോൺ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സംസാരം എങ്ങനെയാണ്, വളരെ ശാന്തതയോടുകൂടിയും തുറന്ന മനസ്സോടുകൂടിയും വളരെ സുതാര്യമായിട്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വി മസ്റ്റ് ലോസ് അവർ ഫിയർ. നമ്മുടെ ഭയത്തിൽ നിന്ന് മാറണം. വി ആസ്ക് ദാറ്റ് വി ബി ഗിവൺ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ടു ദി റൈറ്റ് തിങ്സ് നോ മാറ്റർ വാട്ട് ദ പേഴ്സണൽ കോൺസിക്വൻസസ് മേ ബി. അപ്പോ നമുക്ക് സ്വകാര്യമായിട്ട് പല കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവാം. ജയിലിൽ പോയേക്കാം, ഒരുപാട് പണം നഷ്ടപ്പെട്ടേക്കാം. എങ്കിൽ പോലും നമ്മൾ ഇത് ചെയ്യണം. വി മസ്റ്റ് നോട്ട് ഷ്രിങ്ക് എന്ന വാക്കാണ്, ഷ്രിങ്ക്. നമ്മളൊന്നും ഒളിച്ചു വെക്കാതെ അമൻസ് ചെയ്യുക. പ്ലേസ് ദ ഔട്ട്കം ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. പിന്നീട് എന്തൊക്കെ ഈ അനുരഞ്ജനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥപരമായി ഏതെങ്കിലും തരത്തിൽ ഇന്ന രീതിയിലായിരിക്കണം അതിന്റെ ഉത്തരം വരേണ്ടത്, ഇന്ന രീതിയിലായിരിക്കണം, എനിക്ക് അനുയോജ്യമായിട്ടായിരിക്കണം അത് വരേണ്ടത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ കൈകളിൽ അത് നമ്മൾ ഏൽപ്പിക്കുകയാണ്. വി ഹാവ് നോ റൈറ്റ് ടു ഇൻവോൾവ് അനദർ പേഴ്സൺ. മറ്റു ആളുകളെ അവരുടെ അനുവാദം കൂടാതെ ഇത്തരം അമൻസുകളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. Good generation may decide the problem be attacked on the flank rather than risk a face-to-face combat. അപ്പം നമ്മൾ മറ്റുള്ള മാർഗങ്ങളുണ്ട്. മുഖാമുഖം പോയി നമ്മൾ അനുരഞ്ജനത്തിൽ ഏർപ്പെടുന്നു. റിമോഴ്സ്ഫുൾ മംബ്ലിംഗ് ദാറ്റ് മേ സോറി വോണ്ട് ഫിൽ ദ ബിൽ അറ്റ് ഓൾ. അപ്പം ഈ പണം കൊടുക്കാനുള്ളവരുടെ ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവർക്കൂടെ ബില്ലുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് അടച്ചു തീർക്കുന്നു, പൈസ അടയ്ക്കും. വി ഡോണ്ട് ക്രൗൾ ബിഫോർ എനിവൺ. നമ്മൾ ആരുടെയും മുമ്പിൽ എഴയേണ്ടതില്ല എന്നുള്ള വാക്കും നമ്മൾ പിന്നെ ഞാനത് പറഞ്ഞാണ്. ദെയർ മേ ബി സം റോങ്സ് വി ക്യാൻ നെവർ ഫുള്ളി റൈറ്റ്. മുഴുവനും നമ്മൾ ശരിയായിട്ടുള്ള ചില കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വി ഡോണ്ട് വറി അബൌട്ട് ദം. വി ക്യാൻ ഹോണസ്റ്റ്ലി സേ ടു അവർ സെൽവ്സ് ദാറ്റ് വി വുഡ് റൈറ്റ് ദം ഇഫ് വി കുഡ്. അപ്പൊ അതും നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട്, അപ്പൊ ഈ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗുഡ് വിൽ, നല്ലൊരു ആശയത്തിന് വേണ്ടി അല്ലെങ്കിൽ മനസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നല്ല ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ആക്ഷൻ ചെയ്യുന്നത്, ഈ അമൻസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു റോങ് മോട്ടീവും ഇല്ല. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെടണം, എല്ലാവരും എന്നെ സ്വീകരിക്കണം, എല്ലാവരും എനിക്ക് റിവാർഡ് തരണം, കോംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ നേരെയാക്കണം. നമ്മുടെ തെറ്റുകളല്ല നേരെയാക്കാൻ പോകണം, അവരുടെ തെറ്റുകൾ നേരെയാക്കണം. അങ്ങനെ റോങ് മോട്ടീവാണ്, തെറ്റായ ലക്ഷ്യമാണ്. അവരുടെ തെറ്റുകൾ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ തെറ്റുകൾ മാത്രമേ നേരെയാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഭാവത്തോടു കൂടിയാണ്. പിന്നെ അതിനുശേഷം പ്രോമിസസ്, നമ്മൾ 12 വാഗ്ദാനങ്ങൾ സാധാരണ വായിക്കുന്ന പ്രോമിസസോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു നടത്തിയത്. ഇനി നമുക്കറിയാം ബിൽ ഡബ്ല്യു ബിഗ് ബുക്കിന്റെ 1939 അല്ലെങ്കിൽ 39 ഏപ്രിലിന് തൊട്ട് മുമ്പായി ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ഹൗ ഇറ്റ് വർക്ക്സും ഇൻറ്റു ആക്ഷനും എഴുതിയത്. അപ്പൊ ഇൻറ്റു ആക്ഷന്റെ അവസാന ഭാഗത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. എ ഡെയിലി റിപ്രൈവ്. നമുക്കറിയാം ഒരു ദൈനംദിന ആത്മീയ സുസ്ഥിതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദിസ് തോട്ട് ബിൽ സേസ് brings up to step 7, which suggests you continue to take personal inventory and continue to set any new mistakes right as you go along. അപ്പൊ ഈ ചിന്ത ഞങ്ങളെ 10ാമത്തെ പടിയിൽ എത്തിക്കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നും വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുമുള്ള കണ്ടെത്തൽ തുടരുക എന്നുമാണ് ഇത് അനുശാസിക്കുന്നത്. He notes that this does not just happen overnight but should continue throughout a lifetime. അപ്പം നമ്മൾ ഇതൊരു ഓവർനൈറ്റില് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ലൈഫ് ടൈമിൽ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്ര കാലം ഇത് തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. Constant vigilance is critical for it is easy to let up the spiritual program of action and rest on your laurels. Laurels എന്ന് വെച്ചാൽ നമ്മുടേതായ പുലംഭങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ സ്വയം പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയുന്നുകൊണ്ട് ഒരു സ്പിരിച്വൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, ഒരു ആത്മീയതയുടെ ലോകത്തേക്ക് ഞാൻ അത് മലയാളത്തിൽ അങ്ങനെ എഴുതിയാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ആത്മീയതയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ധാരണയിലും ഫലപ്രാപ്തിയിലും
വളരുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത കർത്തവ്യം. ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. അത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരണം. സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുന്നു. അപ്പോൾ യു ആർ ഹെഡഡ് ഫോർ ട്രബിൾ ഇഫ് യു ഡു. ഫോർ ആൽക്കഹോൾ ഇസ് എ സബ്റ്റൈൽ ഫോർ. വി ആർ നോട്ട് ക്യൂർഡ് ഓഫ് ആൽക്കഹോളിസം. വാട്ട് വി റിയലി ഹാവ് എ ഡെയിലി റിപ്രൈവ്. അപ്പം ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരും. സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുന്നു. ഇവയിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും തലപൊക്കുമ്പോൾ അവ നീക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അടുത്ത ആരോടെങ്കിലും ഞങ്ങൾ ഇവയെപ്പറ്റി ചർച്ച നടത്തും. ഞങ്ങൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ പരിഹാരം ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ ഞങ്ങൾ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരുടെ സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമ സംഹിത. അപ്പോൾ ഈ സ്പിരിച്വൽ പ്രോഗ്രാം, ഒരു ആത്മീയ പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ കടന്നില്ലെങ്കിൽ എന്താണ്? വി ആർ ഹെഡഡ് ഫോർ ട്രബിൾ ഇഫ് യു ഡു. ഫോർ ആൽക്കഹോൾ ഇസ് എ സബ്റ്റൈൽ ഫോർ എന്ന് വെച്ചാൽ നമുക്ക് മദ്യമായിരിക്കും അതിന് പരിഹാരം. വി ആർ നോട്ട് ക്യൂർഡ് ഓഫ് ആൽക്കഹോൾസ്. മദ്യത്തിൽ നിന്ന് മോചിതരായവരല്ല. വാട്ട് വി റിയലി ഹാവ് ഈസ് എ ഡെയിലി റിപ്രൈവ്. നമുക്ക് ദൈനംദിനമായിട്ട് ഒരു ആത്മീയ സുസ്ഥിതി എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത്. ഇൻ ദിസ് ഡെയിലി എക്സാമിനേഷൻ, അപ്പോൾ നമ്മൾ ഡെയിലി വിൽസൺ റെക്കമെൻഡ് ദ ആൽക്കഹോളിക് കണ്ടിന്യൂ ടു വാച്ച് യുവർ സെൽഫ് ഫോർ സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെന്റ്മെന്റ് ആൻഡ് ഫിയർ. സ്വാർത്ഥതപര, അതായത് എല്ലാ ദിവസവും നമ്മൾ തുടർച്ചയായി എന്തൊക്കെയാണ് വാച്ച് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. എപ്പോഴെങ്കിലും സെൽഫിഷ്നെസ്, സ്വാർത്ഥതരായിരുന്നോ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം മാത്രം നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഞ്ചന, അല്ലെങ്കിൽ ഒരു വഞ്ചന രീതിയിലായിരുന്നോ നമ്മൾ. ഡിസോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചന, അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലായ്മ. റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നീരസം, അമർഷം, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു പക വെച്ച് പുലർത്തൽ, ഒരു രസക്കേട്, ക്രോധം, ഇതിനെയൊക്കെ റിസെന്റ്മെന്റ് എന്ന് പറയാം. പിന്നെ ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ഭീതി, പേടി. അപ്പം ഈ 4 കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും, അതായത് ഏതൊക്കെയാണ്? സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചന, അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലായ്മ. റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നീരസം, ഉള്ളിൽ ഒരു പക വെച്ച് പുലർത്തുക, അമർഷം വെച്ച് പുലർത്തുക എന്നുള്ളത്. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി. ഈ 4 കാര്യങ്ങള് ദൈനംദിന തോതിൽ നമ്മൾ വാച്ച് ചെയ്യണം, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. വെൻ ദിസ് ക്രോപ്പ് അപ്പ്, ഇത് വളർന്നു വരുമ്പോൾ, ആസ്ക് ഗോഡ് ടു അറ്റ് വൺസ് ടു റിമൂവ് ദം. അത് റിമൂവ് ചെയ്യാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആസ്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഡിസ്കസ് ദം വിത്ത് സമ്മൺ ഇമ്മീഡിയറ്റ്ലി. ആരോടെങ്കിലും നമ്മൾ തുറന്നു. മേക്ക് അമൻസ് ക്വിക്ലി ഇഫ് യു ഹാവ് ഹാംഡ്. അപ്പൊ ഉടനെ തന്നെ, ക്വിക്ലി എന്നുള്ള വാക്ക് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അത് പരിഹാരം ചെയ്യണം. പിന്നീട് അടുത്ത പാരഗ്രാഫ്, ടെക്ഡ് ഇൻ ബിറ്റ്വീൻ ദിസ് അഡോമിനേഷൻസ്. ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക്, ഈ കാര്യങ്ങളൊക്കെ ഒരു കുത്തിത്തിരികെ, അല്ലെങ്കിൽ ഒരു കുത്തിത്തിരികി വെച്ചിട്ട് അദ്ദേഹം പറയണം. ഈസ് എ ലോങ് പാരഗ്രാഫ് പ്രൊക്ലൈമിങ്. അതായത് ഒരു വലിയ പാരഗ്രാഫിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം കൂടി 4 കാര്യങ്ങൾ ഇങ്ങനെ കുത്തിത്തിരികി വെച്ചിരിക്കുകയാണ്. പ്രൊക്ലൈമിങ് എൻ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ഫോർ ദോസ് ഹു ഹാസ് റീച്ച്ഡ് ദ 10th സ്റ്റെപ്പ്. അങ്ങനെയാണ് നമ്മൾ 10ാമത്തെ പടിയിലേക്ക് വരുന്നത്. വിൽസൺ പ്രൊക്ലൈമഡ് എന്ന് വെച്ചാൽ ഒരു അനുശാസനം, അല്ലെങ്കിൽ നമ്മൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ നമ്മളോട് ഒരു വിളംബരം ചെയ്യുകയാണ്. നമ്മൾ ഇത്തരം ക്രോപ്പപ്പ് ചെയ്യുമ്പോൾ, സെൽഫിഷ്നെസ്സും ഡിസോണസ്റ്റിയും റിസെന്റ്മെന്റും ഫിയറും നമ്മളിലേക്ക് വളർന്നു വരുമ്പോൾ, നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മോചനം നേടണം, അല്ലെങ്കിൽ നമ്മൾ കുടിയിലേക്ക് തിരിച്ചു പോകും. വിൽസൺസ് പ്രോമിസസ് ദാറ്റ് ബൈ ദിസ് ടൈം സാനിറ്റി വിൽ ഹാവ് റിട്ടേൺ ആൻഡ് യു വിൽ സെൽഡം ബി ഇൻട്രസ്റ്റഡ് ഇൻ ലിക്വർ. അപ്പം ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി. മദ്യത്തോട് പോലും ഇപ്പോൾ നമ്മൾ പോരാടുന്നില്ല. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. അപ്പോഴേക്കും വിൽസൺ പ്രോമിസ് ദാറ്റ് ടൈം സാനിറ്റി വിൽ ഹാവ് റിട്ടേൺ ആൻഡ് യു വിൽ സെൽഡം ബി ഇൻട്രസ്റ്റഡ് ഇൻ ലിക്വർ. അതായത് മദ്യത്തിൽ ഞങ്ങൾക്കൊട്ടും താല്പര്യം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. ദിസ് ന്യൂ ആറ്റിറ്റ്യൂഡ്, ഈ പുതിയ മനോഭാവം ടുവാർഡ് ആൽക്കഹോൾ, മദ്യത്തോടുള്ള, അലോസ് ദ എക്സ് ആൽക്കഹോളിക്, അതായത് മുൻകാല കുടിയന്മാരെ എങ്ങനെ അനുവദിക്കുന്നു? ടു ഫീൽ ആസ് ദോ യു ഹാഡ് ബീൻ പ്ലേസ്ഡ് ഇൻ എ പൊസിഷൻ ഓഫ് ന്യൂട്രാലിറ്റി. ഒരു ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ, നമ്മൾ ന്യൂട്രാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ മനോഭാവം, അല്ലെങ്കിൽ അവിടെയില്ല ഇവിടെയില്ല തൊടാത്ത ഒരു സെൻട്രൽ ഭാഗത്തോടെ നടക്കാവുന്ന ഒരു മദ്യത്തിനോട് നമ്മൾ പടപൊരുതാനോ,
മദ്യഷാപ്പുകളുടെ മുമ്പിൽ പോയിരുന്ന് യുദ്ധം ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ മദ്യം എൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ള ഒരു ന്യൂട്രാലിറ്റിയിലേക്ക് വായനക്കാരനെ എത്തിക്കാനാണ് ഇൻഡു ആക്ഷനിലെ 10-ാം പടിയിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. കാരണം യു വിൽ സെൽഡം ബി ഇൻട്രസ്റ്റഡ് ഇൻ ലിക്വർ. ഇപ്പോഴേക്കും നമുക്ക് മദ്യത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സാധ്യത വരും 10-ാം പടി എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ദിസ് ന്യൂ ആറ്റിറ്റ്യൂഡ്, അപ്പോൾ പുതിയൊരു ന്യൂട്രാലിറ്റിയിലേക്ക് എത്തും. യു ഫീൽ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്, അതായത് ഒരു സുരക്ഷിതത്വ മനോഭാവം, നമ്മൾ സേഫായി, നമ്മൾ സംരക്ഷിതരാണ്, സുരക്ഷിതരാണെന്നുള്ളൊരു മനോഭാവം ഇപ്പോഴേക്കും 10-ാം പടിയിൽ എത്തുമ്പോൾ നമുക്ക് വരും. യു ഹാവ് നോട്ട് ഈവൻ സോൺ ഓഫ്. അപ്പം സോൺ ഓഫ് ഇൻസ്റ്റഡ് ദ പ്രോബ്ലം ഹാസ് ബീൻ റിമൂവ്ഡ്. അപ്പം പ്രത്യേക ഒരു സമർപ്പിത മനോഭാവം അല്ലെങ്കിൽ ഒരു അർപ്പിത മനോഭാവത്തിലേക്ക് നമ്മുടെ ലൈഫ് കടന്നു വരും. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ യു. അല്ലെങ്കിൽ മദ്യത്തിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതായിട്ട് പോലും തോന്നില്ല. ബിൽ കണ്ടന്റഡ് ദാറ്റ് ദിസ് ഗ്ലോറിയസ്, ഒരു മഹനീയമായിട്ടുള്ള, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മഹത്തായ ഒരു ഒരു റിലീസ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ ഗിവൺ ടു യു. അത് അങ്ങനെ ഒരു റിലീസ്, ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ്. ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ഓട്ടോമാറ്റിക്കലി. ഇത് സ്വയം സംഭവിച്ചു പോകുന്നതാണ്. വൺസ് യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് 10 സ്റ്റെപ്സ്, ആദ്യത്തെ 10 പടികൾ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ പറയണം. അപ്പൊ അത് നമുക്ക് ബുക്കിൽ എങ്ങനെയാണ് മലയാളത്തിൽ? മദ്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമുണ്ടാകാതിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടല്ലെന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുന്നു. അതങ്ങനെ വരികയാണ്. അതിലെ അത്ഭുതവഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരു തരം സമതുലനാവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരു ആത്മീയ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ആത്മീയ സുസ്ഥിതി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. 10-ാം പടിയിൽ 10 പടികൾ എത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡെയിലി റിപ്രൈവ് അല്ലെങ്കിൽ ആത്മീയ സുസ്ഥിതി നമുക്ക് കടന്നു വരികയാണ്. മദ്യത്തിനോട് നമ്മൾ എതിർക്കാനോ അല്ലെങ്കിൽ മദ്യഷാപ്പുകളോട് എതിർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യം കുടിക്കുന്നവരോട് അവരോട് തെറി പറയാനൊന്നും നമ്മൾ പോകുന്നില്ല. ബിൽ ദെൻ ക്ലോസസ് ദിസ് ഫോർ പാരഗ്രാഫ്സ് ഓൺ ദ 10th സ്റ്റെപ്പ്. അപ്പൊ 4 പാരഗ്രാഫുകളായിട്ട് ക്ലോസസ് ചെയ്യാണ്. ബൈ മെൻഷനിങ് വൺ അതർ ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് ദാറ്റ് കംസ് ടു ദോസ് ഹു ഹാവ് ഫെയ്ത്ത്ഫുള്ളി ഫോളോവഡ് ദ പ്രിസ്ക്രൈബ്ഡ് ഡയറക്ഷൻ അപ് ടു ദി പോയിന്റ്. അപ്പൊ മറ്റൊരു പോയിന്റിലേക്ക് അദ്ദേഹം അവിടെ 4 പാരഗ്രാഫിലൂടെ വിവരിക്കണം. മച്ച് ഹാസ് ഓൾറെഡി ബീൻ സെഡ് അബൌട്ട് റിസീവിംഗ് സ്ട്രെങ്ത്, ഇൻസ്പിറേഷൻ ആൻഡ് ഡയറക്ഷൻ ഫ്രം ഹിം ഹു ഹാസ് ഓൾ നോളജ് ആൻഡ് പവർ. If you have carefully followed a direction, you have begun to sense the flow of his spirit into you. To some extent, you have become good conscious. You have begun to develop this vital 6th sense. In short, you will find that you are now living your life on a completely different spiritual plane. But despite having reached this impressive new level of God consciousness, still you must go further and the means more correction, namely the actions required by the 11th step. അപ്പം മലയാളത്തിൽ ആത്മീയ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ട് സുഖമായി മടിഞ്ഞിരിക്കുക വളരെ എളുപ്പമാണ്. അങ്ങനെയായാൽ ഞങ്ങൾ കുഴപ്പത്തിലേക്കാണ് നീങ്ങുക. എന്തെന്നാൽ മദ്യം അത്രമേൽ കബളിപ്പിക്കുന്ന ശൂത്രശാലിയായ ശത്രുവാണ്. ഞങ്ങൾ അമിത മദ്യപാനാസക്തി എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി പ്രാപിച്ചവരല്ല. ഞങ്ങൾക്ക് ആകെയുള്ളത് ആത്മീയ സ്ഥിതി നിത്യേന പാലിച്ചുകൊണ്ടുള്ള ഒരു ദൈനംദിന ശാന്തി മാത്രമാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈശ്വരേച്ഛ എന്തെന്ന് കണ്ടറിഞ്ഞ് അത് നടപ്പിലാക്കേണ്ടതിലേക്കുള്ളതാണ്. നിങ്ങൾ ദിവസങ്ങൾ ഓരോന്നും ദൈവമേ, അങ്ങേ ഏറ്റവും നന്നായി എനിക്ക് എങ്ങനെ സേവിക്കാം, അങ്ങയുടെ ആഗ്രഹം എന്റേതല്ല, നടപ്പാക്കണം. സ്ഥിരമായി ഞങ്ങളിലൂടെ കടന്നു പോകേണ്ട ചിന്തകളാണവ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ആകാവൂ. സ്വന്തം ഇഷ്ടങ്ങളുടെ ശരിയായ ഉപയോഗ രീതി ഇതാണ്.
സർവജ്ഞനും സർവശക്തനുമായ ദൈവത്തിൽ നിന്ന് മാർഗദർശനവും പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനെ പറ്റി ഒരുപാട് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ആ മാർഗനിർദ്ദേശങ്ങളിൽ സൂക്ഷ്മമായി പിന്തുടർന്നിട്ടെങ്കിൽ ആ പരിശുദ്ധ ആത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. ഒരു പരിധി വരെ നാം ദൈവചിന്തയുള്ളവരായി തീരുന്നു. അങ്ങനെ സുപ്രധാനമായ 6ാം ഇന്ദ്രിയം സ്വരൂപിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നു. പക്ഷെ ഇനിയും നമുക്ക് വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നാം കൂടുതൽ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. 11ാമത്തെ ഈ പടി പറയുന്ന കാര്യത്തിൽ നാം ഒട്ടും ലജ്ജ ഉള്ളവരാകരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ബട്ട് ഡിസ്പൈറ്റ് ഹാവിംഗ് റീച്ച്ഡ് namely you must go further and the means more action, namely the actions required by the 11th step. അപ്പൊ അടുത്തതാണ് 11ാമത്തെ പടി, prayer and meditations. അതിനെക്കുറിച്ചാണ് പിന്നീട് നമുക്കറിയാം 10ാം പടിയിലെ മലയാളത്തിലെ ബുക്കില് നമ്മൾ എങ്ങനെയാണ് ദൈനംദിനമായിട്ട് രാത്രിയില് നമ്മൾ ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതുണ്ടോ, ആ ഒരു ഇൻവെന്ററി എടുക്കുന്നുണ്ട്. അതായത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് ഞങ്ങൾ വൈരാഗ്യമുള്ളവരോ സ്വാർത്ഥ ചിന്തയുള്ളവരായിരുന്നോ, സത്യനിഷ്ഠയില്ലാത്തവരായിരുന്നോ, സത്യനിഷ്ഠയില്ലാത്തവരായിരുന്നോ, ഭയപരവശവരായിരുന്നോ എന്ന് വെച്ചാല് ഡിസോണസ്റ്റി, സെൽഫിഷ്നെസ്. സ്വാർത്ഥ ചിന്തയുള്ളവരായിരുന്നു സെൽഫിഷ്നെസ്. സത്യനിഷ്ഠ ഇല്ലാത്തവരായിരുന്നു വെച്ചാല് ഡിസോണസ്റ്റി. ഭയപരവശരായിരുന്നു വെച്ചാൽ ഫിയർ. എന്നൊക്കെ ഞങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറയേണ്ടതായിട്ടുണ്ടോ, മറ്റൊരു വ്യക്തിയോട് ഉടൻ തന്നെ തുറന്നു പറയേണ്ടത് എന്തെങ്കിലും കാര്യം ഞങ്ങൾ സ്വയം മറച്ചു വെച്ചിട്ടുണ്ടോ, എല്ലാവരോടും ഞങ്ങൾ ദയയുള്ളവനും കനിവുള്ളവനുമായിട്ടുണ്ടോ, ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യാൻ വരുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ, മിക്കവാറും സമയങ്ങൾ ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നോ, അതോ മറ്റുള്ളവർക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നോ, പൊതുവെ ജീവിതധാരണയിലേക്ക് ഞങ്ങൾക്ക് എന്ത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാവിലെ വൈകുന്നേരം ഇത് തന്നെയാണ് നമ്മുടെ ദൈനംദിന കണക്കെടുപ്പ്. സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെന്റ്മെന്റ്, ഫിയർ ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. പ്രയർ ആൻഡ് മെഡിറ്റേഷൻ. സ്റ്റെപ്പ് 11 സജസ്റ്റ് പ്രയർ ആൻഡ് മെഡിറ്റേഷൻ. അതായത് 11ാമത്തെ പടി എന്താണ് നിർദ്ദേശിക്കുന്നത്? പ്രാർത്ഥനയും ധ്യാനവും. ഡോണ്ട് ബി ഷൈ ഓൺ ദിസ് മാറ്റർ ഓഫ് പ്രയർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയുടെ കാര്യം കേൾക്കുമ്പോൾ നാണക്കേട് വിചാരിക്കണം. ബെറ്റർ ദാൻ വി ആർ യൂസിങ് ഇറ്റ് കോൺസ്റ്റന്റ്ലി. നല്ല മനുഷ്യർ എപ്പോഴും ഇതിനെപ്പറ്റി ഉപയോഗിച്ചിട്ട് ഇറ്റ് വർക്ക്സ്, ഇതിങ്ങനെ പ്രവർത്തിക്കും. ഇഫ് യു ഹാവ് ദ proper attitude at work is it. Wilson notes that it would be easy to be vague about this matter of prayer and meditation, but instead he says that he would like to offer some definite and valuable suggestions. അപ്പോൾ നമ്മളത് ഭാഗം നോക്കാം. അതായത് 11ാമത്തെ ഈ പടി പറയുന്ന കാര്യത്തിൽ നാം ഒട്ടും ലജ്ജ ഉള്ളവരാകരുത്. നമ്മേക്കാൾ കൂടുതൽ മേന്മയേറിയ മനുഷ്യർ അപങ്കുരമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ ആശ്രയിക്കുന്നുണ്ട്. ശരിയായ മനോഭാവം പുലർത്തുകയും അതിനുവേണ്ടി ശ്രമം തുടരുകയും ചെയ്താൽ പ്രാർത്ഥന ശരിക്കും ഫലം തരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് അസ്പഷ്ടത പുലർത്തുക എന്നത് എളുപ്പമായിരിക്കാം. എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുനിശ്ചിതവും വിലപ്പെട്ടതുമായ കുറെ നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുമെന്നാണ്. അപ്പൊ ബിൽ വിൽസൺ പിന്നീട് സം ഡെഫിനിറ്റ് ആൻഡ് വാല്യുബിൾ സജഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരികയാണ്. എന്താണ്? ഹിയർ ബിൽ ഫേസ് എ സീരിയസ് ചലഞ്ച്. ഇവിടെ വെച്ചിട്ട് ബിൽ ഡബ്ല്യു ഒരു സീരിയസ് ചലഞ്ചിൽ ഫേസ് ചെയ്യണം. എന്താണ് വെല്ലുവിളി? ഇറ്റ് വുഡ് ബി ഈസി ഇനഫ് ടു മേക്ക് സജഷൻസ് അബൌട്ട് പ്രയർ. ഇറ്റ് വുഡ് ബി ഈസി, വളരെ എളുപ്പമാണ് മേക്ക് സജഷൻ അബൌട്ട് പ്രയർ യൂസിങ് ജനറിക് ലാംഗ്വേജ് ദാറ്റ് വുഡ് പ്ലീസ് മോസ്റ്റ് എവരി വൺ വിത്തിൻ ദ ഫെലോഷിപ്പ്. അപ്പം നമുക്ക് നമ്മുടെ ഫെലോഷിപ്പിന്റെ, നമ്മുടെ കൂട്ടായ്മയുടെ ഉള്ളിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാനായി വളരെയധികം പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ വളരെ എളുപ്പമാണ്. പക്ഷെ ബിൽ വിൽസൺ ഇവിടെ ഒരു വെല്ലുവിളി നേടും. ബട്ട് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഹാഡ് എ വെരി സ്പെസിഫിക് വേ ഓഫ് ഡൂയിങ് മെഡിറ്റേഷൻസ് വിച്ച് ദേ കോൾഡ് ക്വയറ്റ് ടൈം. നമുക്കറിയാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് അവര് ധ്യാനം നടത്തിയിരുന്നത്. അത് അവര് വിളിച്ചിരുന്നത് ക്വയറ്റ് ടൈം എന്നാണ്, ശാന്തമായ സമയം എന്നാണ്. അപ്പൊ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ശാന്തമായ സമയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്വയറ്റ് ടൈം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവരുടെ ജീവിതത്തില് നമ്മുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അംഗങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അവർക്കതൊരു വ്യക്തതയുണ്ട്, അവർക്കൊരു വിശദമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് അതിന്. ദ പർപ്പസ് ഓഫ് വിച്ച് വാസ് ടു റിസീവ് ഗൈഡൻസ്, അതായത് നിർദ്ദേശങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഡയറക്ട്ലി ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് നേരിട്ട്
നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ദിസ് മെത്തേഡ് വാസ് സ്റ്റിൽ ബീയിങ് ഫെയ്ത്ത്ഫുള്ളി പ്രാക്ടീസ്ഡ് ബൈ ഡോക്ടർ ബോബ് സ്മിത്ത് ആൻഡ് ബൈ മോസ്റ്റ് ഓഫ് ദോസ് അതർ ഒഹായോ മെമ്പേഴ്സ് ഓഫ് ദ ഫെലോഷിപ്പ്. ഈ സമയത്ത് ഈ ക്വയറ്റ് ടൈം എന്ന് പറയുന്ന കാര്യം ഡോക്ടർ ബോബും അതുപോലൊപ്പം ഒഹായോയിലെ അംഗങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. If Wilson's were to talk about meditation by explicitly explaining the particulars of quiet time, അതായത് വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ വിൽസന് തന്നെ അറിയാം അതൊരു പ്രശ്നത്തിലേക്കാവും. ആൻഡ് ദ ഡിസൈഡ് ഗൈഡഡ് റിസൾട്ട്, അതായത് അവർ ആഗ്രഹിക്കുന്ന ചില ഗൈഡഡ് ആയിട്ടുള്ള റിസൾട്ടുകളുണ്ട്. ദ നോളജബിൾ റീഡർ മൈറ്റ് വിൽ ഹാവ് ഐഡന്റിഫൈഡ് ദിസ് ആൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ടീച്ചിങ്. അപ്പോൾ ഇച്ചിരി അറിവുള്ള ഒരു വായനക്കാരൻ, പുസ്തകം വായിക്കുന്ന ഒരാള്, അവർക്ക് മനസ്സിലാവും ഇത് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ക്വയറ്റ് ടൈം എന്ന് പറയുന്ന ഈ ആശയം കിട്ടിയത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ടീച്ചിങ്ങിൽ നിന്നാണ്. ആൻഡ് ദിസ് വാസ് ആൻ അസോസിയേഷൻ ബിൽ വിൽസൺ വാസ് ഡിറ്റർമിൻഡ് ടു അവോയ്ഡ്. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ടുണ്ട് ഉണ്ടാകാതിരിക്കാനും ബിൽ വിൽസൺ വളരെയധികം ശ്രമിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ സമയത്ത്. ബട്ട് ഇഫ് ഹി വെയർ ടു ലീവ് ഔട്ട് എനി ഡയറക്റ്റ് റെഫറൻസ് ടു ക്വയറ്റ് ടൈം, അതുകൊണ്ട് തന്നെയാണ് അവന് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ശാന്ത സമയത്തിന്റെ ഡയറക്ഷൻ റെഫറൻസിലേക്ക് പോകാണ്ടിരുന്നത്. ഹി വാസ് ജസ്റ്റ് ലൈക്ലി അറ്റ് ഒഫൻഡ് മെനി ഒഫൻഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ലി ടു ഒഫൻഡ് മേ ഓഫ് ദ അക്രോൺ ആൻഡ് ക്ലൈവ്ലാൻഡ് ഓഫ് പീപ്പിൾ ഹു വെയർ ടു ഡിവോട്ടഡ് ടു ദാറ്റ് പ്രാക്ടീസ്. അത്ര ഒരു പരിശീലനത്തിലൂടെയാണ് അക്രോൺകാരും ക്ലൈവ്ലാൻഡിലെ അംഗങ്ങളും ആ സമയത്ത് പോയിരുന്നത്. അപ്പൊ അവരുടെ മനോവികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു അതിക്രമിക്കാതിരിക്കാനായിട്ട് ബിൽ വിൽസൺ ശ്രമിക്കുന്നുണ്ട്. ഇറ്റ് വാസ് ദ വൺ ഒഹായോ പ്രാക്ടീസ് ദാറ്റ് ഫ്രാങ്ക് ആമോസ് ഹാഡ് നോട്ട് റിമെമ്പേഴ്സ് മസ്റ്റ് ഹാവ്. ഇത് തന്നെയാണ് നമ്മുടെ ഫ്രാങ്ക് ആമോസ് എന്ന് പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ അംഗം തയ്യാറാക്കിയ അക്രോൺ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഈ ക്വയറ്റ് ശാന്തമായ സമയത്തെ കുറിച്ച്. മസ്റ്റ് ഹാവ് എവരി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ എ ക്വയറ്റ് ടൈം ഓഫ് പ്രയർ, അത് ശാന്തമായ സമയത്തിന്റെ ഒരു പ്രാർത്ഥന. ആൻഡ് സം റീഡിങ് ഫ്രം ദ ബൈബിളിൽ നിന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ വായിക്കും. ഓർ അതർ റിലീജിയസ് ലിറ്ററേച്ചർ, മറ്റ് ചില മത ഗ്രന്ഥങ്ങളും അവർ വായിക്കും. അൺലെസ് ദിസ് ഫെയ്ത്ത്ഫുള്ളി ഫോളോഡ് ദെയർ ഇസ് എ ഗ്രേവ് ഡേഞ്ചർ ഓഫ് ബാക്ക്സ്ലൈഡിങ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ പോയില്ലെങ്കിൽ മറിഞ്ഞു വീഴാൻ, അല്ലെങ്കിൽ ഗ്രേവ് ഡേഞ്ചർ എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാരമായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് പുറകോട്ട് മറയാനായിട്ട്, ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് മറയാൻ സാധ്യതയുണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ബിൽ മാനേജ്ഡ് ടു വാക്ക് ദിസ് തിൻ ലൈൻ ബൈ interspersing several Oxford group beliefs and practice throughout this. ബില്ല് ഇവിടെ വെച്ചിട്ട് ബില്ലിന്റെ ഒരു പ്രത്യേക കഴിവാണത്. ചെറിയ ഒരു ലൈനാണ്, തിൻ ലൈൻ, വളരെ നേരിയ ലൈനിലൂടെ അതിനെ കൊണ്ടുപോകാനായിട്ട് ഈ പാരഗ്രാഫിലൂടെ അതൊക്കെ ശ്രമിക്കുകയാണ്. ഡെഫിനിറ്റ് ആൻഡ് വാല്യുബിൾ സജഷൻസ് എന്നാണ്. ഡെഫിനിറ്റ് ആൻഡ് വാല്യുബിൾ സജഷൻസ് എന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള 11-ാം പടി പറയുന്നതിന് മുമ്പ്. അത് എന്താണ് പറയുന്നത്? എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുനിശ്ചിതവും വിലപ്പെട്ടതുമായ കുറെ നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കാൻ സാധിക്കുമെന്നാണെന്നുള്ള വാക്കിലൂടെ ഒരു തിൻ ലൈൻ അദ്ദേഹം ഉപയോഗിക്കുകയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട്. അപ്പം ഓൺ മെഡിറ്റേഷൻ, ബട്ട് ഹി ഡിഡ് സോ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ വുഡ് നോട്ട് റെഡിലി ബി ഐഡന്റിഫൈഡ് ആസ് ഹാവിംഗ് കം ഫ്രം ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അപ്പൊ അതൊരിക്കലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് കടന്നു വന്നതല്ല എന്ന് പറയുന്നതിലേക്കായിട്ടും, അത് മാത്രമല്ല അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാനും കൂടിയാണ് അങ്ങനെ ചെയ്തത്. ഇത് നമ്മൾ സംസാരിക്കുന്നത് 1938-39 കാലഘട്ടങ്ങളിൽ ആൽക്കഹോളിസം അനോണിമസിന്റെ ബുക്ക് ഇറങ്ങിയതിനു ശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ മാറുകയും, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ പോയിക്കൊണ്ടിരുന്ന ആളുകൾ AA മീറ്റിംഗിലേക്ക് മാത്രമായി ഒതുക്കപ്പെടുകയും, അല്ലെങ്കിൽ ആൽക്കഹോളിക്കിൻ്റെതായ രീതിയിൽ ഒരു മീറ്റിംഗിലേക്ക് സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത സമയത്തെ കാര്യങ്ങളാണ്. നമുക്കറിയാം ഈ സമയത്താണ് ആദ്യത്തെ 1939 ഒഹായോ ഗ്രൂപ്പുണ്ട്. അക്രോണില് ക്ലാരൻസസ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്രൂപ്പ് പേരിട്ട് സ്ഥാപിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കാര്യം ചരിത്രകാരൻ എടുത്തു പറയുന്നത്. വിൽസൺ സജഷൻസ് ഫോർ എ ഡെയിലി മോർണിംഗ്, അതായത് ഡെയിലി മോർണിംഗ് മെഡിറ്റേഷൻ പ്രാക്ടീസ് വെയർ സബ്സ്റ്റൻറ്റീവ്. അപ്പൊ എല്ലാ ദിവസത്തെയും രാവിലെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എടുക്കണമെന്ന് വിൽസൺ ഇവിടെ നിർദ്ദേശിക്കണം. വെൻ യു അവേക്ക് ടുമോറോ മോർണിംഗ്
he said you should begin by making through a review of the previous day activities. അതായത് രാവിലെ ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള രാവിലെ എണീക്കുമ്പോൾ 24 മണിക്കൂറിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വെൻ യു awake tomorrow morning, അതായത് നാളെ എണീക്കുമ്പോൾ he said you should begin to making a thorough review of the previous day's activities. മുൻ ദിവസത്തെ കാര്യങ്ങൾ. Ask yourself several searching questions about your behavior and intentions. Where you resentful, selfish, dishonest or afraid? നമ്മൾ അത് ആദ്യം പറഞ്ഞാണ് എവിടെയാണ് നമ്മൾ നീരസമുണ്ടായത്, സ്വാർത്ഥനായത്, സത്യസന്ധതയില്ലാത്തവനായത്, പേടിച്ചത് അല്ലെങ്കിൽ ഭയപ്പെട്ടത്. ഡു യു ഓവ് ആൻ അപ്പോളജി? നിങ്ങളൊരു ക്ഷമ ചോദിക്കേണ്ടതാണ്. ഡ്യൂറിങ് ദ ഫാസ്റ്റ് 24 hours, അത് കഴിഞ്ഞ 24 മണിക്കൂറിൽ. Once this honest self-appraisal was complete, ask God's forgiveness for any wrongs. Ask be shown what to do. ബിഗ് ബുക്കിൽ നമുക്കത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് നമ്മൾ അത് എടുക്കുന്നത്. അന്നത്തെ ദിവസം പരിശോധിച്ചുകൊണ്ട് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രാവിലെ എടുക്കുന്നത് അങ്ങനെ അടുത്ത 24 മണിക്കൂറത്തെ ചിന്തകളെ കുറിച്ചാണ്. അപ്പൊ ഹാവിങ് ത്രൂ തറോലി ഡെൽറ്റ് വിത്ത് യെസ്റ്റർഡേ, അതായത് ഇന്നലകളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ റീഡർ ഈസ് ടു മൂവ് ഓൺ ടു കൺസിഡർ ദാറ്റ് 24 hours ahead. 24 മണിക്കൂറത്തേക്കുള്ള ഒരു കാര്യത്തെ പറ്റി വായനക്കാരൻ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു. ബട്ട് ബിഫോർ ഫൈനലൈസിങ് ഹിസ് പ്ലാൻസ് ഫോർ ദ ഡേ, അതായത് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഹി മസ്റ്റ് ബി ഷുവർ ടു ആസ്ക് ഗോഡ് ടു ഗൈഡ് യുവർ തിങ്കിങ്, അതായത് ദൈവത്തിന്റെ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ഫോർ ഹിസ് ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് സെൽഫ് പിറ്റി, സ്വയം സഹതാപത്തിൽ നിന്ന് ഒഴിവാകാൻ. ഡിസ്ഹോണസ്റ്റ് ആൻഡ് സെൽഫ് സീക്കിംഗ് മോട്ടീവ്സ്, അതായത് സത്യസന്ധതയില്ലാത്ത സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളിലൂടെ അല്ലാതെ ഇന്നത്തെ ദിവസം കടന്നു പോകാനായിട്ട് അവൻ ചിന്തിക്കുന്നു. വൺസ് ദിസ് ഈസ് ഡൺ, യുവർ തോട്ട് ലൈഫ് വിൽ ബി പ്ലേസ്ഡ് ഓൺ എ മച്ച് ഹയർ പ്ലെയിൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ചിന്തയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കത് ഞങ്ങളുടെ ഇന്നത്തേക്ക് മാത്രമായ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കാം. ഏത് തരത്തിലുള്ള നടപടിക്രമമാണ് എടുക്കേണ്ടത് തീരുമാനിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചേക്കാം. ഈ സന്ദർഭത്തിൽ പ്രചോദനത്തിനും സഹജാവബോധതല ചിന്തകൾക്കും തീരുമാനത്തിനുമായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ആയാസരഹിതമായി ഈ നില അവലംബിച്ച് അതിനെ ലളിതമായി സമീപിക്കുന്നു. ഞങ്ങൾ ഒട്ടും വേവലാതിപ്പെടുന്നില്ല. കുറെ സമയത്തേക്ക് ഈ രീതി അവലംബിച്ചു കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണ് ശരിയായ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരു ഭൂതോദയം പോലെയോ വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം പോലെയോ ആയിരുന്ന കാര്യം ഇപ്പോൾ മനസ്സിന്റെ ഒരു പ്രവർത്തന ശൈലിയായി മാറിയിരിക്കുന്നു. അനുഭവരാഹിത്യമുള്ളവരായതുകൊണ്ടും ദൈവവുമായുള്ള സന്തത സഹവർത്തിത്വം സമീപകാലത്ത് മാത്രം ലഭിച്ചവരായതുകൊണ്ടും എല്ലായ്പ്പോഴും പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുക എന്ന സാധ്യത ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ തലത്തിലുള്ള മോശമായ പ്രവൃത്തികളുടെയും ധാരണകളുടെയും കാര്യത്തിൽ ഞങ്ങൾ ഈ അനുമാനത്തിന്റെ വെളിച്ചത്തിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. എന്നിരുന്നാലും സമയം കടന്നു പോകുന്നതോറും ഞങ്ങളുടെ ചിന്തിക്കുന്ന മനസ്സ് കൂടുതൽ പ്രചോദനത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു ചെല്ലുന്നതിനായി ഞങ്ങൾ അറിയുന്നു. ക്രമേണ അതിനെ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. അപ്പം നമ്മുടെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴാണേലും നമ്മുടെ ഈ ചിന്തകൾ മുഴുവൻ നമ്മൾ സ്വാർത്ഥരായിരുന്നോ, നമ്മൾക്ക് സെൽഫിഷ്നെസ്, ഡിസ്ഹോണസ്റ്റി, റിസെന്റ്മെന്റ്, ഫിയർ. സെൽഫിഷ്നെസ്, ഡിസ്ഹോണസ്റ്റി, റിസെന്റ്മെന്റ്, ഫിയർ. രാവിലെ ആയാലും അത് തന്നെയാണ്. സ്വാർത്ഥരായിരുന്നോ, സത്യസന്ധതയില്ലാത്തവരായിരുന്നോ, നീരസമുണ്ടായോ, ഭയമുണ്ടായോ, ഈ കാര്യങ്ങളാണ് രാവിലെയും വൈകിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ആൽക്കോളിക്സ് അനോണിമസിലെ മെമ്പർമാര് ഇൻവെന്ററി എടുക്കുന്നത് അങ്ങനെയാണ്. പ്രോബ്ലം ഫേസിങ് ടുഡേ. ആസ്ക് ഗോഡ് ഫോർ ഇൻസ്പിറേഷൻ. ദൈവത്തോടാണ് നമ്മൾ അതിനുവേണ്ടി ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഒക്കെ എടുക്കുന്നത്. ഹാവിംഗ് ഹെയർഫുള്ളി ആൻഡ് ക്രിട്ടിക്കലി റിവ്യൂഡ് യെസ്റ്റർഡേ ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് to properly navigate your way throughout the day, he says. Conclude the period of meditation with a prayer that you be shown all though the day what your next step is to be. With the commitment family in place, will promise the newly sober man that he will be able to go through your day with the confidence. Should you become agitated or doubtful, he says simply be still and ask for the right thought for action. It will come. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തേക്കുമായ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിച്ചേക്കാം. ഏതരത്തിലുള്ള നടക്കണം തീരുമാനിക്കാൻ കഴിയാതെ ഞങ്ങൾ വിഷമിച്ചേക്കാം. ഇതെല്ലാം നമ്മൾ മലയാള ബുക്കിൽ 85-ാമത്തെ പേജിലുണ്ട് 11-ാമത്തെ പടിയെ കുറിച്ച്. അപ്പോ എപ്പോഴും നമ്മൾ ദുർമോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ചിന്ത മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് വായിക്കാം. Once again, Wilson specifically underlines
the fact that there are absolutely no religious dogmas implied in any of these suggestions. അതായത് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ഒരു ആശയത്തെ ഊന്നി പറയാനായിട്ടല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. ഇഫ് യു ബിലോങ് ടു എ റിലീജിയസ് ഡെനോമിനേഷൻ വിച്ച് റിക്വയർസ് എ ഡെഫിനിറ്റ് മോർണിംഗ് ഡിവോഷൻ, ബി ഷുവർ ടു അറ്റൻഡ് ടു ദാറ്റ് ഓൾസോ. ഇഫ് യു ആർ നോട്ട് എ മെമ്പർ ഓഫ് എ റിലീജിയസ് ബോഡി, you might select and memorize a few set prayers which emphasize the principles we have been discussing. There are many helpful books also. If you do not know of any, ask your priest, minister or rabbi for suggestions. Be quick to see where religious people are right. Make sure of what they offer. ഞങ്ങളുടെ അടുത്ത നടപടിക്രമം എന്തായിരിക്കണം എന്ന് വെളിപ്പെടുത്തി തരുന്നതിനും ഞങ്ങളുടെ പ്രശ്നങ്ങളോട് ജാഗ്രത പുലർത്താൻ ആവശ്യമായ ശക്തി ലഭിക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങളുടെ ധ്യാനം സാധാരണ സമാപിക്കുന്നത്. ഞങ്ങളുടെ തന്നിഷ്ടത്തിൽ നിന്നുള്ള വിമുക്തിക്കായി പ്രത്യേകം അപേക്ഷിക്കുകയും സ്വന്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ പ്രാർത്ഥന വേളയിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ ഞങ്ങൾ സ്വയം അന്വേഷിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഞങ്ങളിൽ പലരും ധാരാളം തവണ ഇത്തരം സ്വകാര്യ ലാഭത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയം പാഴാക്കിയിട്ടുള്ളവരും അത് നിഷ്ഫലമാണെന്ന് അറിഞ്ഞിട്ടുള്ളവരുമാണ്. എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. അപ്പൊ അടുത്തത് പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. സാഹചര്യങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഭാര്യമാരോടും സുഹൃത്തുക്കളോടും പ്രഭാത ധ്യാനത്തിൽ ഒത്തുചേരാൻ ആവശ്യപ്പെടും. ഞങ്ങൾ പ്രഭാത ധ്യാനം നിരചര്യയാക്കിയിട്ടുള്ള ഒരു മതവിശ്വാസത്തിൽ പെടുന്നവരാണെങ്കിൽ ആത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. ആത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. അപ്പൊ ആദ്യമേ നമ്മുടേതായ മെഡിറ്റേഷൻ ഉണ്ട്, നമ്മുടേതായ പ്രാർത്ഥനയുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇതായിട്ടുള്ള ഈ പറയുന്ന നിർദ്ദേശങ്ങളിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അത് കൂടാതെയാണ് ഇത് പങ്കെടുക്കുക. ചിലരൊക്കെ ചിന്തിക്കും നമ്മൾ പള്ളി പോകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് പ്രാർത്ഥന ധ്യാനം എന്ന് ചിന്തിക്കാനുണ്ട്. അപ്പൊ പ്രാർത്ഥന ധ്യാനം എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള എവിടെയാണ് ഡിസോണസ്റ്റി, എവിടെയാണ് സെൽഫിഷ്നെസ്, എവിടെയാണ് റിസെന്റ്മെന്റ്, എവിടെയാണ് ഭയം, ഈ 4 കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം രാവിലെയും വൈകുന്നേരവും നമ്മൾ അതിനെപ്പറ്റി ചിന്തതിന് ശേഷം പ്ലസ് ബോണസ് ആയിട്ടാണ് നമ്മൾ പ്രഭാതധ്യാനത്തെ പറ്റി ഞങ്ങൾ പ്രഭാതധ്യാനത്തിന് മതവിഭാഗത്തിൽപ്പെടുന്ന അത്തരം ധ്യാനത്തിലും കൂടി അത്തരം ധ്യാനത്തിലും പങ്കെടുക്കുന്നു. അപ്പം ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്നവരല്ല ഞങ്ങളെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം ഇതുവരെ ചർച്ച ചെയ്ത തത്വങ്ങൾക്ക് ഊന്നൽ നൽകുന്ന തരത്തിലുള്ളവ തെരഞ്ഞെടുക്കുകയും കൃത്യസ്ഥമാക്കുകയും ചെയ്യുന്നു. വളരെയേറെ സഹായകരമായ നിരവധി പുസ്തകങ്ങളും ലഭ്യമാണ്. ഇവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വൈദികന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ലഭ്യമാണ്. മതനിഷ്ഠയുള്ള ആളുകൾ അത്രമാത്രം ശരിയായി ചെയ്യുന്നവരാണെന്ന് കാണുവാൻ ഞങ്ങൾ വലിയ താല്പര്യം കാണിക്കുന്നു. അവർ നൽകുന്ന നല്ല കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു. അപ്പോൾ നമ്മളുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 11ാം പടിയിൽ പറയുന്ന പ്രാർത്ഥനാ ധ്യാനം നമ്മൾ ചെയ്യണം. പ്ലസ് മറ്റുള്ള മതപരമായിട്ടുള്ള അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ബുക്കുകളോ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വൈദികന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ലഭ്യമാണെന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടിയാണ് ബിൽ ഡബ്ല്യു ആ പാരഗ്രാഫിലൂടെ നമുക്ക് നൽകുന്നത്. അടുത്തത് പോവാം. ബട്ട് ബിൽ റിമൈൻഡ്സ് ദ റീഡർ ദാറ്റ് വാട്ട് എവർ യു ഡു യു ഹാവ് ടു ഡു ഇറ്റ് വർക്ക്സ് ഇറ്റ് റിയലി ഡസ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ സ്ഥിരമായി പള്ളി പോകുന്നവരാണെങ്കിൽ പള്ളി പോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ സ്ഥിരമായി അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കണം. അതിനൊന്നും തടസ്സം നിൽക്കാനായിട്ട് ബിൽ ഡബ്ല്യു പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ബോണസ് പോയിന്റുകളാണ്. അതായത് പ്രാർത്ഥനാ ധ്യാനം എന്നിവയിൽ കൂടി നമ്മൾ ഇതെല്ലാം നമ്മുടെ സ്വാർത്ഥതയെക്കുറിച്ചും നമ്മുടെ റിസെന്റ്മെന്റ്, സെൽഫിഷ്നെസ്, റിസെന്റ്മെന്റ്, ഡിസോണസ്റ്റി, ഫിയർ, സ്വാർത്ഥത, സത്യസന്ധതയില്ലായ്മ, നീരസം, ഭയം, ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ദൈനംദിനം കണ്ടിന്യൂസ്ലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് യു വോണ്ട് നോ ദാറ്റ് അൻറ്റിൽ യു ഹാവ് ആക്ച്വലി ഗിവൺ സം സോർട്ട് ഓഫ് ഫോർമൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ട്രൈ. അപ്പം നിങ്ങൾ ഇറ്റ് റിയലി ഡസ്. അപ്പൊ നിങ്ങളും ചെയ്യുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രാർത്ഥന ധ്യാനവും കൂടി ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് അദ്ദേഹം അവസാനിക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള ഓരോ പ്രയാണത്തിൽ ഓരോ ദിവസവും ഞങ്ങൾ വികാരവിഷുപ്തരാകുമ്പോഴും സംശയഗ്രസ്തരാകുമ്പോഴും ശരിയായ ചിന്തയ്ക്കും പ്രവൃത്തിക്കും വേണ്ടി ഒരു നിമിഷം കാത്തു നിൽക്കുന്നു. ജീവിതമാകുന്ന നാടകം കളിക്കാൻ ഞങ്ങളല്ല നടത്തുന്നതെന്ന് നിരന്തരം സ്വയം ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതം നടക്കണമേ എന്ന് ഞങ്ങൾ വിനയോന്നതരായി അപേക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മനോവിഭ്രാന്തികളിൽ നിന്ന്, ഭയം, കോപം, ആകുലത, സ്വയം സഹതാപം എന്നിവയിൽ നിന്നും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. കുറെ കൂടി
പ്രാപ്തിയുള്ളവരായി ഞങ്ങൾ മാറുന്നു. തോന്നും മട്ടിൽ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പാഴാക്കിയിരുന്ന ഊർജം ഇപ്പോൾ നിഷ്ഫലമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകുന്നില്ല. അത് ഫലപ്രദമായ രീതിയിലും യഥാർത്ഥമായ നിലയിലും പ്രവർത്തിക്കുന്നു. അമിത മദ്യപാനാസക്തരായ നമ്മൾ തികച്ചും അച്ചടക്കരഹിതരാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വരച്ചു കാട്ടിയ രീതിയിലുള്ള മാർഗത്തിലൂടെ ഞങ്ങളെ അച്ചടക്കമുള്ളവരാകുവാനുള്ള ചുമതല ഞങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്നു. പക്ഷെ അതുകൊണ്ട് എല്ലാം ആയില്ല. കൂടുതൽ പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട്. അധ്വാനം കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. അടുത്ത അധ്യായം 12-ാമത്തെ പടിക്ക് വേണ്ടി മുഴുവനായി നീക്കിവെച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇൻഡു ആക്ഷനിലെ ആ ഒരു പാരഗ്രാഫിൽ ഇറ്റ് വർക്ക്സ് ഇറ്റ് റിയലി ഡസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ തീർച്ചയായും മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥനാ ധ്യാനം എന്നിവയെ കുറിച്ചുള്ള കുറെ നിർദ്ദേശങ്ങളും ആ പേജുകളിലൂടെ BW നമുക്ക് തരുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് വർക്കിംഗ് വിത്ത് അതേഴ്സ് സ്റ്റെപ്പ് 12 12-ാമത്തെ പടിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. Bill concludes the chapter by returning to one of his constant reference throughout the discussion of the steps. പിന്നീട് ഈ കുറെ നേരമായി അദ്ദേഹം ഈ സ്റ്റെപ്പിനെ കുറിച്ച് വിവരിച്ചതിന് ശേഷം ബട്ട് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ, അത് മുഴുവനുമായിട്ടില്ല. ഹി സേസ്, അവൻ അങ്ങനെ പറയുന്നു, there is action and more action. Faith without works is dead. What works? We shall treat them in the next chapter, which is entirely devoted to step 12. അത് ഞാൻ ഇപ്പോൾ വായിച്ചത് 12-ാമത്തെ പടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത കാര്യങ്ങൾ പറയുന്നത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് ഇൻടു ആക്ഷനിലെ അവസാനം പറയുന്നത്. അടുത്ത ഇത് ഇൻ ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് പ്രോമിസ്, അങ്ങനെ ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായി വിൽസൺ ദെൻ ടൂക്ക് ദ ഓൾറെഡി റിട്ടൺ ചാപ്റ്റർ വർക്കിംഗ് വിത്ത് അതേഴ്സ്. വർക്കിംഗ് വിത്ത് അതേഴ്സിലാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ ആൻഡ് പൊസിഷൻ ഡയറക്ട്ലി ആഫ്റ്റർ ഇൻടു ആക്ഷൻ. അപ്പം പ്രവൃത്തി പദത്തിലേക്കെന്നുള്ള ആ ചാപ്റ്ററിനോടൊപ്പം ചേർന്ന് തന്നെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം അദ്ദേഹം പൊസിഷൻ ചെയ്തിരിക്കുകയാണ്, വെച്ചിരിക്കുകയാണ്. ഹി ഡിഡ് ദിസ് ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് വാട്ട് ഹി ഹാഡ് റിട്ടൺ എയർലിയിൽ ഫോക്കസ്ഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ മിഡിൽ പാർട്ട് ഓഫ് ദ 12 സ്റ്റെപ്സ്. അപ്പം 12 പടികളെ കുറിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ വെക്കുന്നതിനായിട്ടാണ് ഈ മിഡിൽ പാർട്ടിൽ ഇത് വെച്ചിരിക്കുന്നത്. വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ് ടു അതേഴ്സ്, എസ്പെഷ്യലി ആൽക്കഹോളിക്സ്. നമുക്കറിയാം മൾട്ടി ലിപ്ത് കോപ്പി അടിക്കുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരോ ഈ മെസ്സേജ് കൊടുക്കണം, സന്ദേശം കൊടുക്കണം, എസ്പെഷ്യലി ആൽക്കഹോളിക്സ്. അത് പിന്നീട് തിരുത്തപ്പെട്ടു. അന്ന് അത് കുടിയന്മാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള, ഈ മദ്യാസക്തർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. വൈൽ കംപ്ലീറ്റ്ലി ഇഗ്നോറിംഗ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റിക്വയർമെന്റ് ഓഫ് ദ സ്റ്റെപ്പ്. അപ്പം കംപ്ലീറ്റ്ലി ഇഗ്നോറിംഗ് ദ പടികളുടെ തുടക്കത്തിലും അവസാനത്തിലും ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആസ് ദ റിസൾട്ട് ഓഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ടു പ്രാക്ടീസ് ദ പ്രിൻസിപ്പൾസ് ഇൻ ഓൾ അവർ അഫയേഴ്സ്. 2 വാക്കുകളിലൂടെയാണ് അദ്ദേഹം അത് നമ്മുടെ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആത്മീയ സുസ്ഥിതി തുടർച്ചയായി പിന്തുടർന്നുകൊണ്ട് നമ്മൾ എല്ലാ വ്യവഹാരങ്ങളിലും അത് പാലിക്കണം. ഈ പറയുന്ന തത്വങ്ങൾ നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് കോഴ്സ് ഓഫ് ആക്ഷൻ. കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് 12 പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി. ആൻഡ് സോ പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ്, എല്ലാ തത്വങ്ങളിലും പാലിക്കണമെന്ന്. വിൽസൺ ലൈക്ലി ഫെൽറ്റ് ദ ചാപ്റ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് വർക്കിംഗ് വിത്ത് അതേഴ്സ്, ടു വൈഫ്സ്, ദ ഫാമിലി ആഫ്റ്റർവേർഡ് ആൻഡ് ടു എംപ്ലോയീസ്. അപ്പോൾ 12 പടികൾ നമ്മൾ യഥാർത്ഥത്തിൽ BW പറയുന്നത് അടുത്ത ചാപ്റ്റർ പൂർണ്ണമായി അതിനു വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും വർക്കിംഗ് വിത്ത് അതേഴ്സ് മാത്രമല്ല, ടു വൈഫ്സ്, അതായത് ഭാര്യമാരോടൊന്ന് ചാപ്റ്റർ, ദ ഫാമിലി ആഫ്റ്റർവേർഡ്, പിന്നീടുള്ള കുടുംബത്തിലും, ടു എംപ്ലോയേഴ്സ്, അതിനകത്ത് ടു എംപ്ലോയേഴ്സ്. ഈ ചാപ്റ്ററുകളിലെല്ലാം 12 പടികളിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരുപാട് തത്വങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഫീഷ്യന്റ്ലി കവേർഡ് ദ നീഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ ഓവർ ദ ആൽക്കഹോളിക് അഫയേഴ്സ്. എന്തുകൊണ്ടാണ് ഈ 1, 2, 3, 4 ചാപ്റ്ററുകളിൽ എന്തുകൊണ്ടാണ് വിവരിച്ചിരിക്കുന്നത്, 12 പടികളിൽ പറഞ്ഞിരിക്കുന്ന പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഓൾ അവർ അഫയേഴ്സ്, നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക. എവിടെയൊക്കെയാണ് നമ്മൾ വ്യവഹാരം ചെയ്യുന്നത്? കുടുംബത്തിൽ, കമ്പനിയിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഭാര്യമാരോട്, ഫാമിലി പിന്നീടുള്ള കുടുംബമാണ്. അപ്പൊ മക്കളോട് എങ്ങനെയാണ് പെരുമാറണം, ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ടു വൈഫ്സ്, എന്തുകൊണ്ടാണ് ഭാര്യമാരോട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് ഭാര്യമാർക്ക് വേണ്ടി മാത്രമേ. നമ്മളെ വായിച്ചു നോക്കും പറയാം, ഒരുപാട് മദ്യാസക്തിനെ പോലെയുള്ള ഡെഫിനിഷൻസുകൾ, 5 തരത്തിലുള്ള മദ്യപാനാസക്തിയുണ്ടെന്നും എങ്ങനെയാണ് ഒരു ഭാര്യ അവനെ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന അതൊക്കെ നമ്മൾ ഒരുപാട് ദിവസങ്ങളായി ഈ ഗ്രൂപ്പിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്.
അപ്പൊ നമുക്കത് ഓർക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാ സഫീഷ്യൻ്റ്ലി കവേർഡ്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ ഓവർ ദ ആൽക്കഹോളിക് അഫയേഴ്സ്. നമ്മുടെ ഒരു മദ്യാസക്തന്റെ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാൻ വേണ്ടി എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റേഴ്സ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൗ ഓവർ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റെപ്പ് അബൌട്ട് ഹാവിംഗ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദിസ് വർക്ക് വാസ് നൗ വെയർ സ്പെസിഫിക്കലി അഡ്രസ്ഡ് ഇൻ ദ ബുക്ക്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബുക്കിൽ അല്ലെങ്കിൽ ഈ 12ാം പടിയിൽ പറയുന്ന ആത്മീയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അബൌട്ട് ഹാവിംഗ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ അനുഭവങ്ങളുടെ വെളിച്ചം ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദിസ് വർക്ക്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ 11 പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായിട്ട് നമ്മൾക്ക് ഈ മറ്റുള്ളവരെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാനുള്ള ശക്തി കിട്ടുന്നത്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ടോക്കഡ് ഓഫ് തിങ്സ് അബൌട്ട് എമോസ് ഈസ് എ റിലീജിയസ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് ആത്മീയ അനുഭവത്തെ കുറിച്ചാണ് മതപരമായ അനുഭവത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ഐ ബിലീവ് ദാറ്റ് ദിസ് ഇൻ ഇൻകംസ് ടു മോസ്റ്റ് പീപ്പിൾ. നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് മതപരമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞു. ഗൂഗിളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ഇൻകോംപ്രഹെൻസിബിൾ ടു മോസ്റ്റ് പീപ്പിൾ. Simple plus meaning words to us, but meaningless to most of the people what we are trying to get this over to. It wasn't until the second printing of the book in March 1941 that Bills was started Appendix 11. Appendix 2 later initiated spiritual experience in his first concrete attempt to explain the critical part of the steps 12. അപ്പൊ ആത്മീയതയെ കുറിച്ച് ആദ്യത്തെ പാർട്ടിൽ കൃത്യമായി വിവരിക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ പ്രിന്റിങ്ങിന് പോയപ്പോൾ, ബിഗ് ബുക്ക് പ്രിന്റിങ്ങിന് പോയപ്പോൾ അനുബന്ധം 2 എന്ന രീതിയിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ അനുഭവം എന്ന്, പിന്നെ ആദ്യം അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നുണ്ട്, അനുബന്ധം 2 എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടുള്ള അത് ടൈറ്റിൽ ചെയ്തേക്കുന്നത് ആത്മീയ അനുഭവം എന്നുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇൻ ഹിസ് ഫസ്റ്റ് കോൺക്രീറ്റഡ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് സ്റ്റെപ്സ് 12. 12 പടികളെ കുറിച്ചുള്ള 12 പടികളിൽ നിന്ന് കിട്ടുന്ന ഈ ആത്മീയ അനുഭവം എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു. ബിൽ ഡബ്ല്യുവിന് കിട്ടിയ പോലെ, ആശുപത്രിയിൽ വെച്ച് കിട്ടിയ പോലെ ഒരു ആത്മീയ അനുഭവം, ഒരു വെള്ളി വിളിച്ചൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്ന, നമ്മളത് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ഈ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അതിനകത്ത് 10-12 കാര്യങ്ങൾ പറയുന്നുണ്ട്. വിപ്ലവകരമായ മാറ്റം അല്ലെ, ആത്മീയ അനുഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ പേജില് ഒരു സെക്കൻഡ് എന്തൊക്കെയാണ് പറയുന്നത്? വ്യക്തിപരിണാമം, പേഴ്സണാലിറ്റി ചേഞ്ച്, പിന്നെ വ്യക്തിത്വ പരിണാമം, വ്യക്തിപരിണാമമുണ്ട്, വ്യക്തിത്വ പരിണാമമുണ്ട്, പേഴ്സണാലിറ്റി ചേഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഉദ്ധാനം എന്ന് വെച്ചാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ എന്താണ് പറയുന്നത്? വിപ്ലവകരമായ മാറ്റം അല്ലെ, റെവല്യൂഷണറി ചേഞ്ച്. പിന്നെ ആക്രാന്തമായ ഒരു ഈശ്വരബോധം, ഓവർവെൽമിങ് എന്നുള്ളതാണ്. ആക്രാന്തം എന്ന് വെച്ചാൽ ഒത്തിരി ഭയങ്കര അത്ഭുതത്തോടു കൂടിയുള്ള ഒരു ഈശ്വരബോധത്തിലേക്ക് എത്തണം. അടുത്തത് എന്താണ്? രൂപാന്തരം വരണം. പിന്നെ എന്താണ് ഇതെല്ലാം എങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ വ്യതിയാനങ്ങൾ, വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വില്യം ജെയിംസിന്റെ ബുക്കിൽ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ, എഡ്യൂക്കേഷനിലൂടെ, പഠനത്തിലൂടെ. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിലൂടെ പല പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപാന്തരത്തിലേക്ക് എത്താൻ, ഈ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് എത്താൻ, സാവധാനത്തിലുള്ളൊരു പുരോഗതി എന്നാണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വ്യതിയാനം എന്നുള്ളൊരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ജീവിതത്തിലുള്ള സമീപനം മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചും ദൈവബോധത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 10-15 കാര്യങ്ങൾ പറയുന്ന ഒരു ആത്മീയ അനുഭവം എന്നുള്ള അനുബന്ധം നമ്മുടെ ബിഗ് ബുക്കിന്റെ മലയാളത്തിൽ അവസാനത്തെ പേജിൽ കാണാം. അവസാനത്തെ ഭാഗങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. ആ ആത്മീയ അനുഭവം വിവരിക്കുന്നത് മുഴുവൻ ഒരു മനുഷ്യൻ എയിൽ എത്തിക്കഴിയുമ്പോൾ അവൻ എങ്ങനെ മാറണം, ഏത് തരത്തിലായിരിക്കണം അവന്റെ ചിന്തകൾ മാറണ്ടേ, പ്രത്യേകിച്ച് ഈ ആത്മീയ അനുഭവത്തിലൂടെയോ ആത്മീയ ഉണർവിലൂടെയോ മാറേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. അടുത്ത ഭാഗം, ഓൾ ഓഫ് ദ ചാപ്റ്റർ ഫോർ ദ ഫ്രണ്ട് ഹാഫ് ഓഫ് ദ ബുക്ക് വെയർ നൗ റിട്ടൺ. അപ്പോൾ ബിഗ് ബുക്ക് പ്രസ്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായും ഏകദേശം ഹാഫ് ഓഫ് ദ ബുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ബിൽ പ്രിന്റ് അല്ല, എഴുതി കഴിഞ്ഞു. ബിൽ സ്മൂത്ത് ഔട്ട് വാട്ട് എവർ റഫ് അഡ്ജസ്റ്റ് ഹി കുഡ് സി ആസ് റൂത്ത് ടൈപ്ഡ് ഓഫ് ദ ഫൈനൽ റിവ്യൂ കോപ്പി ദാറ്റ് ഹാങ് വുഡ് റിഫർ ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്.
ടോം യൂസൽ ഫോർ ക്രിട്ടിക്കൽ കമന്റ്സ്. ബില്ല് വീണ്ടും അതൊന്ന് സ്മൂത്ത് ചെയ്തു. ആരുടെ റഫ് അഡ്ജസ്റ്റ്, എന്തെങ്കിലും മൂർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് റൂത്ത് ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ഒരു ഫൈനൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആ കോപ്പി ഹാങ്ക് എന്ത് ചെയ്തു? നമ്മുടെ ടോം യൂസൽ ആരാണ്? ടോം യൂസൽ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബുക്കിന്റെ എഡിറ്ററാണ്. എഡിറ്റർക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കമന്റ്സ് പറയാൻ വേണ്ടി, വിമർശനാത്മകമായ കമന്റുകൾ പറയാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് ഹാർഡ് ടു ഇമാജിൻ ദ എക്സിലറേറ്റിംഗ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ദിസ് ത്രീ മസ്റ്റ് ഹാവ് ഫെൽറ്റ് when they finally got hold of the completed manuscript copy in their hands for the first time. They had actually done it. They had written a book. ഇപ്പൊ നമുക്കറിയാം, 3 പേരും കൂടി, ഹാങ്ക്, ബിൽ ഡബ്ല്യു, റൂത്ത് ഹോക്ക്, ഈ 3 പേരും കൂടി ഫൈനൽ കോപ്പി കയ്യിൽ പിടിച്ചപ്പോഴുണ്ടായ വികാരങ്ങൾ നമ്മൾക്ക് എന്താണ് എന്നറിയില്ല. പക്ഷേ അവർ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞിരിക്കുന്നു. ദേ ഹാഡ് റിട്ടൺ എ ബുക്ക്. അപ്പോ വളരെയധികം കഠിനമായിട്ടുള്ള കുറെ ആർഗ്യുമെന്റ്സിലൂടെ, പ്രവൃത്തികളിലൂടെ, പരസ്പരമുള്ള ചർച്ചകളിലൂടെ, പല ഡോക്ടർമാരുടെയും പുരോഹിതരുടെയും കുറെ നിർദ്ദേശങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടാണ് അത്രയും ഭാഗം അവർ എഴുതി ചേർത്തത്. അടുത്ത ചാപ്റ്റർ, ദ ബുക്ക് ഗോസ് ടു ദി എഡിറ്റർ ആൻഡ് ഇറ്റ്സ് അപ്രൂവ്ഡ് ബൈ ദ ബോർഡ്. അതായത് എഡിറ്ററിന്റെ കയ്യിലേക്ക് ബുക്ക് പോവുകയാണ്. ഇനി പിന്നീട് ബോർഡ്, നമ്മുടെ ബോർഡ്, ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ബോർഡ് അന്നേരം ഉണ്ട്, അവർക്ക് ഒരു അപ്രൂവിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ജനുവരി 1939 സംഭവിക്കുന്നത്, അതായത് 1939 ജനുവരിയിൽ. As 1938 came to a close, 1938 അവസാനം വന്നപ്പോഴത്തേക്കും ദ ന്യൂയോർക്ക് ഗ്രൂപ്പ് സെലിബ്രേറ്റഡ് വിത്ത് അനദർ ന്യൂ ഇയേഴ്സ് ഈവ് പാർട്ടി. ന്യൂയോർക്കിലെ ഗ്രൂപ്പിലെ അംഗങ്ങള് ന്യൂ ഇയർ രാത്രിയിൽ, അല്ലെങ്കിൽ പുതുവത്സര രാത്രി പാർട്ടി ആഘോഷിക്കുകയാണ്. ദിസ് വൺ ഹെൽഡ് അറ്റ് ഹാങ്ക് പീറ്റേഴ്സ് ഹൗസ് ഇൻ ന്യൂ ജേഴ്സി. അത് ആഘോഷിച്ചത് എവിടെയാണ്? ന്യൂ ജേഴ്സിയിലുള്ള ഹാങ്ക് പിയുടെ വീട്ടിൽ വെച്ചാണ്. ഹാങ്ക് പാർക്കേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ അംഗത്തിന്റെ വീട്ടിൽ വെച്ചാണ്. വൺ ഓഫ് ദ ചാമിങ് തിങ്സ് അബൌട്ട് ദിസ് early ringing in the New Year parties was that instead of cheering at midnight, everyone held hands, they said the Lord's Prayer. അപ്പോ ഇവിടെ വെച്ച്, അപ്പൊ അതിനു മുമ്പും ന്യൂ ഇയർ പാർട്ടി നമുക്കറിയാം 1935 നമ്മൾ തുടങ്ങിയതാണ്. 4 വർഷത്തെ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ന്യൂ ഇയർ പാർട്ടികളൊക്കെ അവർ പരസ്പരം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ 12 മണിയാവുമ്പോൾ, 12 AM, അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ സാധാരണ അവര് ഒച്ചപ്പാടെടുത്ത് ചീറിങ് ചെയ്യുകയാണ് ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് ചീറിങ്, ഇന്നത്തെ രാത്രി പകരം, ഒച്ചപ്പാടെടുക്കുന്നതിന് പകരം അവർ പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ട് കർത്തൃ പ്രാർത്ഥന, ദ ലോർഡ്സ് പ്രേയർ ചൊല്ലി. നമുക്കറിയാം, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ഭൂമിയിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള ആ പ്രാർത്ഥന ക്രിസ്ത്യൻസ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ്. എങ്കിലും പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ അവസാനം നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അവർ പറയാറുണ്ട്, ഇങ്ങനെയാണ് പറയാറ്: നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചെല്ലാം, അല്ലെങ്കിൽ പ്രയർ ഓഫ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന ചെല്ലാം എന്ന് പറയുന്നു. അപ്പൊ അത് ഞാനിപ്പോ അപ്പൊ ആ ലോർഡ്സ് പ്രേയർ ആണെന്ന് രാത്രി ന്യൂ ഇയർ പാർട്ടിയിൽ അവർ ചെല്ലിയതെന്നാണ് ചരിത്രകാരൻ പറയുന്നത്. അറ്റ് ദ പ്രീവിയസ് ഇയേഴ്സ് പാർട്ടി, മച്ച് ഓഫ് ദ എക്സൈറ്റ്മെന്റ് ഹാഡ് ബീൻ ഡ്രൈവൺ ബൈ ദ എക്സ്പെക്ടേഷൻ ഓഫ് ദാറ്റ് ദേ വുഡ് സൂൺ റിസീവ് എ ഹ്യൂജ് ഡൊണേഷൻ ഫ്രം ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ. അപ്പൊ അതിനു മുമ്പുള്ള ക്രിസ്മസ്, ഈ പറയുന്ന ന്യൂ ഇയർ പാർട്ടികളെല്ലാം അവരുടെ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ പ്രാർത്ഥന, ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിൽ നിന്ന് ഒരുപാട് പണം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ്, വിചാരത്തിലാണ്. എ ഹോപ്പ് ഡിസീവ്ലി ക്രഷ്ഡ് ലെസ് ദാൻ 3 months ലേറ്റർ. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ മുമ്പ് അതെല്ലാം ക്രഷ്ഡ് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ തല്ലി പൊളിഞ്ഞു പോയി. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. നൗ ആസ് ദ കലണ്ടർ ടേൺഡ് ഓവർ ടു 1939, ഇപ്പോൾ നമ്മുടെ കലണ്ടർ 1939 തിരിഞ്ഞിരിക്കുന്നു. ദ ഫ്യൂച്ചർ വൺസ് അഗെയിൻ ലുക്ക്ഡ് ബ്രൈറ്റ്. ഇപ്പോൾ നമ്മളുടെ ഭാവി കുറച്ചും കൂടി വെളിച്ചം വീശുന്നതാണ്. ബട്ട് ദിസ് ടൈം ദോസ് പ്രോസ്പെക്ട്സ് വെയർ മച്ച് മോർ ഫാമിലി അണ്ടർ ദെയർ ഓൺ കൺട്രോൾ. അവരെല്ലാവരും അവരുടേതായ രീതിയിൽ നിയന്ത്രണത്തിലാണ്. ബിൽ ഹാഡ് ഫൈനലി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് പാസ് ഓഫ് വാട്ട് ദേ എക്സ്പെക്ടഡ് ടു ബി എ ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക്. അതായത് ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ആൻഡ് മാനുസ്ക്രിപ്റ്റ് കോപ്പി വാസ് ബീങ് പ്രിപ്പയർഡ് ഫോർ സബ്മിഷൻ ടു എ പ്രൊഫഷണൽ ക്രിറ്റിക്. അതായത് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ജീവിതത്തിലെ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിനോടൊപ്പം നിന്ന അന്നത്തെ അംഗങ്ങളുടെ പ്രതീക്ഷയാണ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക്, ലോകം മുഴുവനും പ്രചരിക്കുന്ന ഏറ്റവും പ്രചാരമുള്ള ബുക്കായി പോകാനായിട്ടുള്ള അതിന്റെ മാനുസ്ക്രിപ്റ്റ് കോപ്പി തയ്യാറായിരിക്കുന്നു. അത് പ്രൊഫഷണൽസിന്, അതായത് ഇതിന്റെ ഈ എഡിറ്റിങ്ങിന്, തൊഴിൽപരമായ എഡിറ്റിങ്ങിനെ സമീപിക്കുന്നവരുടെ ഇടയിലേക്ക് വിമർശനത്തിനായി കൊടുക്കാൻ പോവുകയാണ്. ഓൾ ഓഫ് ദ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന്റെ ദേ ഹാർഡ് പുട്ട് ഇൻ ടു ദിസ് പ്രൊജക്ട്, അവരെ ഈ പ്രൊജക്ടിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചതാണ്. ആ ഹാർഡ് വർക്കുകൾ അല്ലെങ്കിൽ കഠിനാധ്വാനങ്ങൾ ഡ്യൂറിങ് ദ പ്രീവിയസ് 3.5 months, 3.5 മാസക്കാലം, ആൻഡ് വുഡ് സൂൺ ബിഗിൻ ടു പേ സബ്സ്റ്റൻഷ്യൽ ഡിവിഡൻസ്. ഇപ്പൊ ഇതാ അവരുടെ കഷ്ടപ്പാടുകൾക്ക് കുറേശ്ശെ ആയിട്ട് ഡിവിഡൻഡുകൾ, വിഹിതം കിട്ടാൻ പോവുകയാണ്. ഗ്രേറ്റ്ലി എക്സ്പാൻഡിങ് ദ റീച്ച് ഓഫ് ദ ഫെലോഷിപ്പ് ആൻഡ്, അതായത് എക്സ്പാൻഡിങ് ദ റീച്ച് ഓഫ് ദ ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ വളർച്ച, അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ട് ഇത് വികസിക്കാൻ പോവുകയാണ്. ആൻഡ് ഗ്യാരണ്ടിങ് ദ ഗ്രൂപ്പ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വെൽ ഇൻ ടു ദി ഫ്യൂച്ചർ, ഭാവിയില് നമ്മുടെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫെലോഷിപ്പിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വരാൻ പോവുകയാണ്. ബിൽ ഹാർഡ് ഇൻവൈറ്റഡ് ഫ്രാങ്ക് ആമോസ് ടു ജോയിൻ ദം അറ്റ് ദാറ്റ് നൈറ്റ്. ഫ്രാങ്ക് ആമോസിനെയും ബില്ല് വിളിച്ചിരുന്നു ആ രാത്രി ഞങ്ങളോടൊപ്പം ചേരണം. ബട്ട് ഫോർ സം അൺസ്പെസിഫൈഡ് റീസൺ, വ്യക്തമല്ലാത്ത ചില കാരണങ്ങളാൽ ഹി ആൻഡ് ഹിസ് വൈഫ് കുഡ് നോട്ട് അറ്റൻഡ്, അവനും ഫ്രാങ്ക് ആമോസും വൈഫും അതിൽ പങ്കെടുത്തില്ല. ഇൻസ്റ്റഡ് ഫ്രാങ്ക് സെൻഡ് എ ലെറ്റർ എക്സ്പ്രസിംഗ് ഹിസ് റിഗ്രറ്റ്സ്, അതായത് എന്തുകൊണ്ട് താൻ പങ്കെടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. December 31, 1938, 1938 ഡിസംബർ 31 കത്ത് എഴുതുന്നത്. ഡിയർ ബിൽ, പ്രിയപ്പെട്ട ബിൽ, വേർഡ്സ് ആർ an inadequate vehicle of expressing depth of appreciation. അപ്പോ ചിലപ്പോൾ ഈ പറയുന്ന നിന്നോട് നിന്റെ അപ്രിസിയേഷൻ അല്ലെങ്കിൽ നിന്നെ അനുമോദിക്കാനുള്ള ചില വാക്കുകള് ഇന്നാഡിക്വേറ്റ് വെഹിക്കിൾ ഓഫ് എക്സ്പ്രസിംഗ് ഡെപ്ത് ഓഫ് അപ്രിസിയേഷൻ, നിനക്ക് ചില വാക്കുകൾ നമുക്ക് അപ്പുറത്ത് കിട്ടുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല നിന്നോട്. യു ആൻഡ് യുവർ ഗ്യാങ്, നീയും നിന്റെ കൂട്ടവും, മേ ദെയർ ട്രൈബ് ഇൻക്രീസ്, ഇതാ നിങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഹൗ ബീൻ an inspiration of Mary and me far beyond our ability to measure. നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കഴിവിനേക്കാൾ, നമുക്ക് കഴിവിനേക്കാളും ഉപരിയായി നിങ്ങളുടെ ഗ്യാങ് വർദ്ധിക്കാൻ പോവുകയാണ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് യുവർ ന്യൂ ഇയേഴ്സ് ഈവ് പാർട്ടി വി സെൻഡ് യു ഓൾ ഓഫ് യു അവർ ഗ്രീറ്റിംഗ്സ് ആൻഡ് ലവ്. നിങ്ങളുടെ ഈ ക്രിസ്മസ് ഈ ന്യൂ ഇയർ പാർട്ടിയിൽ എല്ലാവിധ ആശംസകളും സ്നേഹവും ഞാൻ പങ്കുവെക്കുന്നു. മേ എവരി വൺ ഓഫ് യു ബി ഇൻസ്ട്രുമെന്റൽ ഡ്യൂറിംഗ് 1939 and of bringing at least one sufferer to spiritual redemption. നിങ്ങൾ എല്ലാവരും ഒരാളെയെങ്കിലും, വൺ സഫറർ, ഒരു ദുരിതം അനുഭവിക്കുന്ന, മദ്യാസക്തി കൊണ്ട് ദുരിതം ഒരാളെയെങ്കിലും ഈ ആത്മീയ പരിഹാരത്തിനായി കൊണ്ടുവരണം. ബൈ January 1945 we can talk of 200 men. 1940 ജനുവരിയിൽ നമുക്ക് 200 മനുഷ്യരോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അഫക്ഷനേറ്റ്ലി, ഹൃദയപൂർവ്വം, ഫ്രാങ്ക് ആൻഡ് മേരി ആമോസ്. ഫ്രാങ്ക് മേരി ആമോസ് എന്ന് പറയുന്നത് നമുക്കറിയാം. മേരി ആമോസ് എന്ന് പറയുന്നത് ഫ്രാങ്കിന്റെ വൈഫ്, ഫ്രാങ്ക് ആമോസ് എന്ന് പറയുന്നത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ട്രസ്റ്റി, അല്ലെങ്കിൽ നമ്മുടെ ആൽക്കോളി ഫൗണ്ടേഷന്റെ ട്രസ്റ്റി, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ആ ട്രസ്റ്റിന്റെ ഒരു അംഗമാണ്. അദ്ദേഹം ഒരു പത്രക്കാരനാണ്. നമുക്കറിയാം ദ ഒഹായോ സ്റ്റേറ്റ് ജേണൽ, ദ ഒഹായോ സ്റ്റേറ്റ് ജേണൽ എന്ന് പറയുന്ന പത്രം നടത്തിയിരുന്ന കുടുംബത്തിലെ അംഗമാണ്. അപ്പോ ഫ്രാങ്ക് ആമോസ്, ന്യൂസ് പേപ്പറിന്റെ പേര് ദ ഒഹായോ സ്റ്റേറ്റ് ജേണൽ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ പത്രമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒഹായോയിലെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ജോൺ ഡി റോക്ക്ഫെല്ലർ അദ്ദേഹത്തിന് വിടുന്നത്. അടുത്ത ഹെഡിങ് ഗെറ്റിംഗ് ദ റോക്ക്ഫെല്ലർ മെൻ സപ്പോർട്ട്, അതായത് നമുക്ക് റോക്ക്ഫെല്ലർ മനുഷ്യനിൽ നിന്ന്, അല്ലെങ്കിൽ ആ മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടിയ സപ്പോർട്ടിനെ കുറിച്ചാണ്. ദ ഫാക്ട് ദാറ്റ് ഫ്രാങ്ക് ആമോസ് തോട്ട് എ ഡബിളിംഗ് ഓഫ് ദെയർ മെമ്പർഷിപ്പ് ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ഇയർ, അതായത് അവരുടെ ഇന്നത്തെ അംഗസംഖ്യ ഡബിൾ ചെയ്യും, ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് ഫ്രാങ്ക് ആമോസിന്റെ ചിന്ത. വാസ് ആൻ അംബീഷ്യസ് ഗോൾ, വളരെ പ്രതീക്ഷാപരമായ ലക്ഷ്യമാണ്. ഇംപ്ലൈസ് ജസ്റ്റ് ഹൗ കംപ്ലീറ്റ് ദ ബ്രേക്ക് ഹാഡ് ബീൻ ബിറ്റ്വീൻ ദ ലീഡേഴ്സ് ഓഫ് ദ ന്യൂയോർക്ക് ഫെലോഷിപ്പ് ആൻഡ് ദ റോക്ക്ഫെല്ലർ മെൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് 3 months. കഴിഞ്ഞ 3 മാസക്കാലം മുമ്പ് അവർ തമ്മിലുണ്ടായ ഒരു ബ്രേക്ക്, കംപ്ലീറ്റ് ദ ബ്രേക്ക് ഹാഡ് ബീൻ ബിറ്റ്വീൻ, അതായത് ഈ ന്യൂയോർക്ക് ഫെലോഷിപ്പും റോക്ക്ഫെല്ലർ ആളുകളുമായിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം, പണം കൊടുക്കുന്നതിനെ കുറിച്ച് ഓർത്തുമ്പോൾ പണം ഇതിന് നശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പല കാര്യങ്ങളും, അതായത് ഇതിന് ഒരു സപ്പോർട്ട് അല്ലാത്ത, അല്ലെങ്കിൽ പണം ലഭിക്കാത്ത ഒരു അവസ്ഥയില്
ചാൾസ് ബി ടൗൺസിൽ നിന്ന് പണം മേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലെറ്ററിൽ നിങ്ങൾ ഇരട്ടിയായി വർദ്ധി. ഫ്രാങ്ക് സീംസ് ടു ഹാവ് ഹാഡ് നോ ഐഡിയ, അതായത് ഫ്രാങ്കിനെ സംബന്ധിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. that the first draft of the book had been finished and was now moving quickly towards publication. അതായത് ആദ്യത്തെ ബുക്കിന്റെ ഡ്രാഫ്റ്റ് ഏകദേശം ഫിനിഷ് ആയിരിക്കുന്നു, അത് പബ്ലിക്കേഷന് വേണ്ടി പോവാണെന്നുള്ളൊരു ആശയം ഫ്രാങ്കിന് അറിയില്ല. ഇഫ് ഹി എ പ്രൊഫഷണൽ അഡ്വർടൈസിംഗ് മാൻ had been aware of the book's imminent release, he would have surely known that they could expect such more than a doubling of their numbers in the very near future. അപ്പോൾ ഒരു പ്രൊഫഷണൽ അഡ്വർടൈസ്മെന്റ് മാനാണ് ഇത്, കാരണം ഒരു പത്രക്കാരനായതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഇങ്ങനെ റിലീസ് ആകുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി മനസ്സിലാവും, അവന് ഷുവർലി നോൺ, കൃത്യമായി മനസ്സിലാവും എന്താണ് നമ്മുടെ അംഗസംഖ്യ ഡബിളിനേക്കാൾ കൂടുതലാവും എന്ന് അടുത്ത കാലത്ത് നിന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അവന് യഥാർത്ഥത്തിൽ ഈ ബുക്ക് ഫിനിഷായി എന്ന് ഈ സമയത്ത് ഫ്രാങ്ക് തോമസിന് അറിയത്തില്ല. ആൽബർട്ട് സ്കോട്ട്സ് നെഗറ്റീവ് റെസ്പോൺസ്. ആൽബർട്ട് സ്കോട്ട് എന്ന് പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഒരു ട്രസ്റ്റിയുടെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രതികരണം ടു ബിൽസ് ഡെസ്പറേറ്റ് ഷീപ്പ് ആൻഡ് ഗോഡ്സ്. നമുക്കറിയാം ഷീപ്പ് ആൻഡ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ബിൽ ഡബ്ല്യു എഴുതുന്നതിനെ പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്താണ്. ലെറ്റർ ഇൻ ഇയർലി ഒക്ടോബർ ഹിസ് ഫെം നോ ടു എനി അഡീഷണൽ ഔട്ട്സൈഡ് ഫണ്ടിങ്. അതായത് ഈ പറയുന്ന ആൽബർട്ട് സ്കോട്ടാണ് കത്തിന്, അതായത് നമ്മള് അതായത് നമ്മുടെ ഈ ബിൽ ഡബ്ല്യുവിന്റെയും ഡോക്ടർ ബോബിന്റെയും ഹാങ് പിയുടെ ഒക്കെ അവസ്ഥ വളരെ മോശമാണെന്നും കുറച്ച് ഫണ്ട് കിട്ടിയാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കത്തിൽ എഴുതുന്നുണ്ട്. പക്ഷെ അതിന് അവിടെ നിന്ന് കിട്ടിയ ആൻസർ എന്താണ്? നോ നോ എന്നാണ്. ടു എനി അഡീഷണൽ ഔട്ട്സൈഡ് ഫണ്ടിങ്, പുറമേ നിന്ന് ഒരു ഫണ്ട് നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അവർക്ക്. നമുക്കറിയാം റിവർ സൈഡ് ചർച്ചില് ട്രഷറിയിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ആ പണം കൂടാതെ മറ്റൊരു പണം തരാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നാണ് അന്ന് അവർ അറിയിച്ചത്. ഹിസ് ഇൻസിസ്റ്റൻസ് ദേ സ്റ്റാർട്ട് ചാർജിങ് മെമ്പർഷിപ്പ് ഫീസ്. അതായത് അവരെന്താ പറയുന്നത്, നമ്മുടെ അംഗങ്ങളിൽ നിന്ന് മെമ്പർഷിപ്പ് ഫീസ് മേടിക്കുക. ആൻഡ് ഹിസ് അഡ്വൈസ് ദാറ്റ് ദേ ടേക്ക് ഹാർപ്പർ ബ്രദേഴ്സ് 1500 അഡ്വാൻസ്, ലെറ്റ് ദം പബ്ലിഷ് ദ ബുക്ക്. രണ്ട് ആശയങ്ങളാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെമ്പേഴ്സിൽ നിന്ന് മെമ്പർഷിപ്പ് ഫീസ് മേടിക്കുക, ആ മെമ്പർഷിപ്പ് ഫീസ് ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് അടിക്കുക, അല്ലെങ്കിൽ ഹാർപ്പർ ആൻഡ് ബ്രദേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള $1500 അഡ്വാൻസ് നിങ്ങൾ സ്വീകരിക്കുക, and അവരെ ബുക്ക് പ്രിന്റ് ചെയ്യാൻ അനുവദിക്കുക. അതാണ് നമുക്ക് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആൽബർട്ട് സ്കോട്ട് നമ്മളോട് പറഞ്ഞത്. ഹാഡ് സർട്ടൻലി ബാക്ക്ഡ് വിൽസൺ and Hang P into a small corner where they could either accept those completely impractical directions. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഹാങ്കും ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ ഹാങ്കും ബിൽ വിൽസണും ചെറിയ ഒരു മൂലയിലേക്ക് മാറി നിന്നുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മളിത് ചിന്തിക്കണോ, ഇത് മേടിക്കണോ, അല്ലെങ്കിൽ വളരെയധികം അപ്രായോഗികമായ ഒരു മാർഗത്തിലൂടെ ഒരു നിർദ്ദേശത്തിലേക്കാണ് ഇവർ കൊണ്ടുവരുന്നത്. ഒരു ഡിഫൈ ദ അല്ലെങ്കിൽ എതിർക്കുക ദ റോക്ക്ഫെല്ലർ contingent and adopt a course of action this men considered to be poor folly. അപ്പൊ തീർച്ചയായും വിജയിക്കുമെന്ന് വിചാരിക്കുന്ന ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഈ ആശയങ്ങളോട് എതിർക്കാൻ തന്നെയാണ് അവരെന്ത് തീരുമാനിച്ചത്. ഹാങ് ആൻഡ് വിൽ ചൂസ് ദ ലേറ്റർ but they also decided to spare the trustees any real knowledge of their design of the action they were taking to implement it. അതായത് ട്രസ്റ്റികളിൽ നിന്നും, അതായത് അന്ന് വരെയുള്ള അവർ പറഞ്ഞ അവർക്ക് യഥാർത്ഥത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാതെ ചില ഡിസിഷൻസും ആക്ഷനുകളും ഇവർ സ്വയം ഏറ്റെടുക്കുകയാണ്, അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അസ്ബിൽ കണ്ടിന്യൂ ടു റൈറ്റ് ദ ബുക്ക്, അതായത് ബുക്ക് തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹാങ് ബിഗാൻ ടു സെൽ സ്റ്റോക്ക്. ഹാങ് ആണെങ്കിൽ സ്റ്റോക്ക് വിൽക്കാനും തുടങ്ങും. ബില്ല് ബുക്ക് എഴുതാൻ തുടങ്ങി. അതിനുശേഷം അതായത് ഇവിടെ പണം തരികയില്ലെന്നും ഹാർപ്പർ ബ്രദേഴ്സിൽ നിന്ന് പ്രസിൽ നിന്ന് ആ പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന $1500 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് പ്രിന്റിങ്ങിനായി പുസ്തകം കൊടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം അവർ ഹാങ്കും നമ്മുടെ ബിൽ ഡബ്ല്യു കാറ്റിൽ പറത്തിക്കൊണ്ട് ബിൽ ഡബ്ല്യു പുസ്തകം എഴുതാനും ഹാങ്ക് ഷെയർ വിൽക്കാനും തുടങ്ങി. ദേ ഹാഡ് ലിറ്റിൽ ഓർ നോ ഫർദർ കോണ്ടാക്ട് വിത്ത് ആമോസ്. അപ്പൊ ഈ സമയത്ത് ഒരു കോണ്ടാക്റ്റും ഉണ്ടായില്ല, അതായത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആമോസുമായിട്ടോ റിച്ചാർഡ്സൺ, നമുക്കറിയാം പുരോഹിതനാണ്, അദ്ദേഹമാണ് ആ ട്രസ്റ്റിന്റെ മെയിൻ ആള്. നമ്മുടെ ബിൽ ഡബ്ല്യുവിന്റെ അളിയനാണ് റിച്ചാർഡ്സനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലേക്ക് അവരെത്തുന്നത്. ആമോസ്, റിച്ചാർഡ്സൺ, ചിപ്മാൻ ആണ് നമ്മുടെ ബൈലോ ഒക്കെ ഉണ്ടാക്കി തന്ന ആള്, ചിപ്മാൻ ഓർ സ്കോട്ട്. ആൽബർട്ട് സ്കോട്ട് എന്ന് പറഞ്ഞ ആളും ഒരു അതിന്റെ ഒരു ട്രസ്റ്റിയാണ്.
റോക്ക്ഫെല്ലറിന്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്, ട്രസ്റ്റിയാണ്. അപ്പം ഇവര് എല്ലാം റിവർസൈഡ് ചർച്ചിന്റെ മെയിൻ ആളാണ് ആൽബർട്ട് സ്കോട്ട്. അപ്പൊ ഇത്തരം ആളുകളുമായിട്ട് ഒരു അകൽച്ച അവർ പാലിച്ചു. എ ലിറ്റിൽ ഓർ നോ ഫർദർ കോണ്ടാക്ട്, വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു ഫർദർ കോണ്ടാക്ട് ചെയ്യാതിരുന്നു. ഡ്രൈവൺ എയ്തർ ബൈ ദ ഫിയർ ഓഫ് ദെയർ ഹാർഷ് ഡിസപ്രൂവൽ, അതായത് ഒന്നില്ലെങ്കിൽ അവർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു, അവരുടെ വളരെ ഹാർഷായിട്ടുള്ള ഈ ഒരു അംഗീകാരം തരാതിരിക്കൽ, ഓർ ബിക്കോസ് ദേ വാണ്ടഡ് ടു അവോയ്ഡ് ആൻ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ ബില്ലിനും ഹാങ്കിനും നമുക്കൊരു തർക്കത്തിന് അതിനകത്ത് പോകേണ്ടതില്ല എന്ന് തോന്നിക്കാണും. ദാറ്റ് മൈറ്റ് കംപ്ലീറ്റ്ലി alienate this important friends whose help they would surely need in the future. കാരണം ഇങ്ങനെ ഒരു അകന്ന് നിന്ന് കഴിഞ്ഞാൽ, ഒരു അകൽച്ച ഉണർത്തിയല്ലെങ്കിൽ ഒരു കുറച്ച് ദൂരം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ വളരെ പ്രധാനമായ കൂട്ടുകാരുടെ സഹായം നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ വുഡ് ഷുവർലി നീഡ് ഇൻ ദ ഫ്യൂച്ചർ. അത് ഭാവിയിൽ അവരെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ബൈ ദ ടൈം ഫോർ സൈലൻസ്, അപ്പോൾ ഇവർ നിശബ്ദരായിരുന്നു. ആൻഡ് സ്കേഴ്സി ഓവർ, അപ്പൊ ആ ഒരു ഭയം അകന്നു പോയി. കാരണം ഇവർ ഓൾറെഡി ബുക്ക് എഴുതി കഴിഞ്ഞു, സ്റ്റോക്കുകളൊക്കെ കുറച്ച് വിറ്റ് കഴിഞ്ഞു. റോക്ക്ഫെല്ലർ എന്തുകൊണ്ടാണ് ഈ ഭയം വിറ്റുപോയത് നമുക്കറിയാം, അടുത്ത പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് ദ ബുക്ക് വാസ് ഡൺ, അതായത് ഈ ബുക്കിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായി കഴിഞ്ഞു. പാർഷ്യലി ഫിനാൻസ്ഡ് വിത്ത് മണി ബോറോഡ് ഫ്രം ചാൾസ് ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഓണറായിട്ടുള്ള ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഓണറായ ചാൾസ് ടൗൺസിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് അവരത് ചെയ്തത്, അല്ലെങ്കിൽ ബോറോ ചെയ്തു, കടം വാങ്ങിക്കൊണ്ട്. അതിന്റെ സ്റ്റോക്ക് ഇൻ ദ ന്യൂ കമ്പനി, അതായത് പുതിയ കമ്പനിയിലെ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞു. ഹാഡ് ബീൻ ഇഷ്യൂഡ് ആൻഡ് സോൾഡ്, അത് അങ്ങനത്തെ സ്റ്റോക്ക് വിൽക്കുകയും ചെയ്തു. ദ റോക്ക്ഫെല്ലർ മെൻ മൈറ്റ് നോട്ട് ബി ഹാപ്പി, ചിലപ്പോൾ ഒരു പക്ഷേ റോക്ക്ഫെല്ലറിലെ ആളുകൾ സന്തോഷവാന്മാരായിരിക്കില്ല അബൌട്ട് എനി ഓഫ് ദിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും. ബട്ട് ബൈ നൗ ദർ വാസ് നോ ഗോയിങ് ബാക്ക്, പക്ഷെ അവർക്ക് ഇപ്പൊ അവർ പുറകോട്ട് പോകുന്നില്ല. വിൽസൺ ആൻഡ് ഹാങ്പി വേർ റെസൊല്യൂഷണറി, ഉറച്ചു നിന്നു. എവിടെ വിൽസണും ഹാങ്പിയും ഉറച്ചു നിന്നു. കമ്മിറ്റഡ് ടു ദെയർ കറന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇത്തരം പ്രവൃത്തികളിലെല്ലാം വളരെയധികം തനിയെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. സ്റ്റിൽ സെവറൽ സീരിയസ് പ്രോബ്ലം റിമൈൻ, വളരെ പിന്നീട് ധാരാളം പ്രശ്നങ്ങൾ വന്നെങ്കിലും വിച്ച് ആസ് വെൽ സി ആർ ഓൾ കണക്റ്റഡ് ടു മേക്സ് കണക്ട് വിത്ത് റിച്ച് ആൻഡ് ഫേമസ്. നമുക്കറിയാം പല ധനികരായിട്ടുള്ള ഫേമസ് ആയിട്ട് ആളുകളെയൊക്കെ നമുക്കറിയാം. ഫോർഡിന്റെ ഓണറെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റു പലരെയും കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ മറ്റ് രണ്ട് ഡോക്ടർമാർ ദീർഘദൂരം സഞ്ചരിച്ചിട്ട് ഒരു ഡോക്ടറെ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് പലരുടെയും ഈ പറയുന്ന പരാജയങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. ദാറ്റ് കുഡ് ബെസ്റ്റ് ബി ഹാൻഡിൽഡ് ബൈ ദ ഫോർ റോക്ക്ഫെല്ലർ മെൻ. അപ്പൊ ദാറ്റ് കുഡ് ബെസ്റ്റ് ബി ഹാൻഡിൽഡ് ബൈ ദ ഫോർ റോക്ക്ഫെല്ലർ മെൻ. ഈ 4 മനുഷ്യരായിട്ടുള്ള ഈ ആമോസ്, റിച്ചാർഡ്സൺ, ഷിപ്മാൻ, സ്കോട്ട്, ആൽബർട്ട്, ഈ 4 മനുഷ്യരെയും ഇങ്ങനെയാണ് ആ സമയത്ത് അവർക്ക് കൈകാര്യം ചെയ്യാൻ തോന്നിയത്. സൂൺ ആഫ്റ്റർ ദ ന്യൂ ഇയേഴ്സ് ഈവ് പാർട്ടി. അപ്പൊ 1939 പുതുവത്സര രാത്രിയിലെ പാർട്ടി കഴിഞ്ഞ് ബിൽ ഫൈനലി ടോൾഡ് ഫ്രാങ്കിനോട് പറഞ്ഞു അബൌട്ട് ദ ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ദാറ്റ് ഹാർഡ് ഒക്കോർഡ് ഏർലി ഒക്ടോബറിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഗിവൺ ദാറ്റ് എവറിഥിങ് ദേ ഹാഡ് ഡൺ, എല്ലാം അവരെന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. വാസ് ഇൻ ഡയറക്റ്റ് ഓപ്പോസിഷൻ ഓഫ് ദ ട്രസ്റ്റീസ് ഫോർമർ അഡ്വൈസ്, അതായത് മുൻ ട്രസ്റ്റിമാരുടെ മുൻ ഉപദേശങ്ങൾക്കെതിരായി തങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്. ഡയറക്റ്റ് ഓപ്പോസിഷൻ ടു ദ ട്രസ്റ്റീസ് ഫോർമർ അഡ്വൈസ്, മുൻകാല ആ ഉപദേശങ്ങൾക്കെതിരായി തങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ ആമോസ് ഫസ്റ്റ് റിയാക്ഷൻ. ഫ്രാങ്ക് ആമോസിനോട് എല്ലാം പറയാണ്. അപ്പൊ ചരിത്രകാരൻ പറയാണ് ഇത് വളരെ പാടാണ്, എന്തായിരിക്കും ആമോസ് അന്നേരം പ്രതികരിച്ചതെന്ന്. ബട്ട് വിൽസൺ ആൻഡ് ഹാങ്പി വേർ നോട്ട് ബി ഡിസ്യൂഡഡ്, പിന്തിരിഞ്ഞില്ല, അല്ലെങ്കിൽ ഭയപ്പെട്ടില്ല, അല്ലെങ്കിൽ അധൈര്യപ്പെടുത്തി ഒരു പിന്തിരിപ്പ മനോഭാവം ഒന്നും ഇവരെ തടഞ്ഞില്ല. And Amos realized that if the foundation was going to remain a viable part of the fellowship mission, അതായത് ഈ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ അപ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന കൂട്ടായ്മയുടെ ഒരു വലിയ വൈബിൾ പാർട്ട്, ഇപ്പൊ സുപ്രധാനമായ പാർട്ടായി മാറിയിരിക്കുന്നു. ഇറ്റ് വാസ് ടൈം ടു ഗെറ്റ് ബിഹൈൻഡ് ദിസ് ന്യൂ പ്ലാൻസ്. അപ്പോ ഫ്രാങ്ക് ആമോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ പദ്ധതികൾക്ക് പിന്നിൽ നിൽക്കുക എന്ന് മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ചലഞ്ചിങ് ദം അറ്റ് ദിസ് പോയിന്റ് വുഡ് ബി ഫെർട്ടൈൽ. ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തൊരു വെല്ലുവിളി അവർക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഹാങ്പിക്കും ബിൽ വിൽസനും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നിഷ്ഫലമായി അവരുടെ ഫലങ്ങൾ, അതായത് ഈ പ്രവർത്തികൾക്കെല്ലാം ഫലമില്ലാതായി തീരും.
നിഷ്ഫലമായി തീരും, വിഫലമായി തീരും, ഫലശൂന്യമായി തീരുമെന്ന് മനസ്സിലായതുകൊണ്ട് ഫ്രാങ്കോ ആമോസ് അവരോടൊപ്പം ആ ആശയങ്ങൾക്ക് പിറകിൽ നിന്നു. ദ ഫസ്റ്റ് തിങ് ആമോസ് ഡിഡ് വാസ് ടു കൺസൾട്ട് വിത്ത് വിൽഡാർഡ് റിച്ചാർഡ്സൺ. നമുക്കറിയാം വിൽഡാർഡ് റിച്ചാർഡ്സൺ ആണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ചെയർമാൻ, ചെയർമാൻ അല്ല, ട്രസ്റ്റി, മെയിൻ ട്രസ്റ്റി. അപ്പോൾ അദ്ദേഹവുമായിട്ട് ചില ചർച്ചകൾ നടത്തി, കൺസൾട്ട് ചെയ്തു. ഹൂ സജസ്റ്റഡ് ദാറ്റ് ദോസ് ഡെവലപ്മെന്റ് മസ്റ്റ് ബി brought to the attention of the board of the Alcoholic Foundation and given careful consideration. അപ്പം വില്ലാർഡ് റിച്ചാർഡ്സൺ എന്ത് ചെയ്തു? നിങ്ങൾ ആമോസിന് പറഞ്ഞു, ഇത് നമുക്ക് ബോർഡ് ഓഫ് ദ ആൽക്കോഹോളിക് ഫൗണ്ടേഷന്റെ ബോർഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം, എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവമായി ഇത് പരിഗണിക്കണം. ഈ റെക്കമെൻഡഡ്, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദാറ്റ് അനദർ ഈവനിങ് ഡിന്നർ ആൻഡ് മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് സൂൺ so that all the matters can be thoroughly discussed and if possible a constructive forward program determined upon. അപ്പോൾ വീണ്ടും ഒരു അത്താഴ വിരുന്ന് ഒരുക്കണം, എല്ലാവർക്കും ഉടനെ തന്നെ ഒരു അത്താഴ വിരുന്ന് ഒരുക്കി ഒരു മീറ്റിംഗ്, ഡിന്നർ, ഈവനിങ് ഡിന്നർ, വൈകുന്നേരത്ത് ഒരു ഡിന്നറും ഒരു മീറ്റിംഗും വെച്ചുകൊണ്ട് നമുക്കിത് എല്ലാ ട്രസ്റ്റിമാരെയും വിളിച്ച് ഇത് ഡിസ്കസ് ചെയ്യണം. ഈ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് ഡിറ്റർമൈൻ ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. പാർട്ട് റിച്ചാർഡ്സൺ വാസ് നോട്ട് എ റെഗുലർ ബോർഡ് മീറ്റിംഗ്. അതായത് റിച്ചാർഡ്സൺ ഇവിടെ സൂചിപ്പിക്കുന്നത് റെഗുലറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബോർഡ് മീറ്റിംഗ് അല്ല, ബട്ട് റാദർ എ ലാർജ് ഡിന്നർ പാർട്ടി, ഒരു വലിയ ഡിന്നർ പാർട്ടിയെ കുറിച്ചാണ്. മീറ്റിംഗ് സിമിലർ ടു ദ വൺ ഹെൽഡ് മോർ ദാൻ എ ഇയർ വെൻ ദ ആൽക്കോഹോളിക്സ് ഹാർഡ് ഫസ്റ്റ് മെറ്റ് ദ റോക്ക്ഫെല്ലർ മെൻ. അതായത് നമ്മൾ മദ്യാസക്തരായ ആളുകൾ ഒരു വർഷം മുമ്പ് ഡിസംബറിൽ ഒരു അത്താഴ വിരുന്ന് റോക്ക്ഫെല്ലർ മനുഷ്യരുമായിട്ട് നടത്തുന്നുണ്ട്. ആ മീറ്റിംഗിന് തുല്യമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ നടത്തേണ്ടത്. ടു ബിഗിൻ ഓർഗനൈസിങ് ദാറ്റ് മീറ്റിംഗ്. അപ്പൊ ആ മീറ്റിംഗിൽ തുടക്കത്തിൽ ആമോസ് സെന്റ് ഔട്ട് എ ലെറ്റർ ടു ദ ട്രസ്റ്റീസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ അഡ്വൈസറി കമ്മിറ്റി അലോങ് വിത്ത് എ ഫ്യൂ അതേഴ്സ്. ഫിറ്റ്സ്മയോ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആമോസ് എന്ത് ലെറ്റർ അയച്ചു എല്ലാ ട്രസ്റ്റിമാർക്കും, അഡ്വൈസറി കമ്മിറ്റിക്കൊക്കെ, അഡ്വൈസറി കമ്മിറ്റിയുള്ള എല്ലാ മെമ്പേഴ്സിനും ഫിറ്റ്സ്മയോയും ആ ലെറ്ററിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിനിങ് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതായത് വളരെ ചുരുക്കത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ഫെലോഷിപ്പിന്റെ അവസ്ഥയെ കുറിച്ച് വിവരിച്ചതിന് ശേഷം, ആൻഡ് ടെല്ലിങ് ദം, വീണ്ടും അത് അവരോട്, വി ഷാൽ ട്രൈ ടു അറേഞ്ച് എ ഡിന്നർ, ഞങ്ങൾ വീണ്ടും ഒരു അത്താഴ വിരുന്ന് ഒരുക്കുകയാണ്, ആൻഡ് ഈവനിങ് മീറ്റിംഗ്, ഒരു വൈകുന്നേരത്തെ മീറ്റിംഗ് ഒരുക്കുകയാണ്, വിത്തിൻ ദ നെക്സ്റ്റ് 10 days, അടുത്ത 10 ദിവസത്തിനുള്ളിലോ, ഓർ 2 weeks, അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലോ, അറ്റ് വിച്ച് യുവർ പ്രസൻസ് ഈസ് ഡിസൈഡ്, നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായി വരുന്ന ഈ 2 ആഴ്ചക്കുള്ളിലോ 10 ദിവസത്തിനുള്ളിലോ ഞങ്ങളൊരു പാർട്ടി ഒരുക്കുകയാണ്. ദ നോട്ടീസസ് വെന്റ് ഔട്ട് ഓൺ ഫ്രൈഡേ. അങ്ങനെ ഈ നോട്ടീസ് ഫ്രൈഡേ ജനുവരി 6 പുറത്തേക്ക് പോയി. ആൻഡ് ദേ ഇൻക്ലൂഡഡ് കോപ്പീസ് ഓഫ് 2 അഡീഷണൽ ഇമ്പോർട്ടൻറ്റ് ലെറ്റേഴ്സ്. അതുകൂടാതെ 2 അഡീഷണൽ ലെറ്റർ കൂടി അതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. ഫ്രാങ്ക് ഹാർഡ് റിസീവ്ഡ് ഫ്രം ബിൽ ആൻഡ് ഹാങ്. ഫ്രാങ്ക് അത് എവിടെ നിന്നാണ് മേടിച്ചത്? ബില്ലിൽ നിന്നും ഹാങ്കിൽ നിന്നും റിസീവ് ചെയ്ത, ഫ്രാങ്ക് ആമോസ് റിസീവ് ചെയ്ത ലെറ്ററിന്റെ ഒരു കോപ്പി കൂടി ഈ പറയുന്ന ഇമ്പോർട്ടന്റ് സുപ്രധാന ലെറ്ററിന്റെ കൂടെ അറ്റാച്ച് ചെയ്തു. ആമോസ് സജസ്റ്റഡ് ദാറ്റ് ഈച്ച് റെസിപ്പിയന്റ്, അതായത് സ്വീകരിക്കുന്ന ഓരോ ആളുകളോട് ഇങ്ങനെ നിർദ്ദേശിച്ചു, കെയർഫുള്ളി റീഡ് ദ അറ്റാച്ച്ഡ്, അതായത് ഇതിനോടനുബന്ധിച്ച് വെച്ചിരിക്കുന്ന ലെറ്റർ നിങ്ങൾ വായിക്കണം ഇൻ അഡ്വാൻസ്, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ. ഫോർമുലേറ്റ് യുവർ ഐഡിയാസ്, നിങ്ങളുടെ കുറെ ആശയങ്ങൾ ശേഖരിക്കണം. സോ ഫാർ ആസ് പോസിബിൾ, എത്രമാത്രം വേഗത്തിൽ അത് ചെയ്യാമോ അത്രമാത്രം. വാട്ട് ഷുഡ് ബി ഡൺ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നോട്ടിങ് ദാറ്റ് ഇൻ ദ മീറ്റിംഗ് ദേ ഷുഡ് ബി ആസ്കിങ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ ആവശ്യപ്പെടാം എന്തൊക്കെയാണ് നിങ്ങളുടെ ആശയങ്ങളെന്ന്. മെസ്സേജ് വിൽസൺ ഹാങ്പി ടു സപ്ലിമെന്റ് ദ അറ്റാച്ച്ഡ് ലെറ്റേഴ്സ് വിത്ത് മോർ intimate accounts of what had been accomplished among alcoholics during the past year and what they believe is needed to carry in this work. അപ്പോൾ കൂടാതെ വിൽസണും ഹാങ്പിയും ഒരു ലെറ്റർ സപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ആ ലെറ്ററിൽ അവരുടെ ഇന്റിമേറ്റ് സ്വകാര്യമായ ഒരു അക്കൗണ്ടില് കാഴ്ചപ്പാട് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളാണ്. എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരു വർഷമായി മദ്യാസക്തരായ ഇവർ, പാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി എന്താണ് അവർ ചെയ്തതെന്നും അവരെങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു. വാട്ട് ദേ ബിലീവ് ഇൻ നീഡ് ടു ക്യാരി ഓൺ ദിസ് വർക്ക്, ഈ പ്രവൃത്തികൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. നിങ്ങളുടെ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾ ഈ അത്താഴ വിരുന്നിന് വരുമ്പോൾ പറയണമെന്നാണ് അദ്ദേഹത്തിന് കത്തെഴുതിയിരിക്കുന്നത്. ബിൽസ് ലെറ്റർ മേക്സ് ദ കേസ്. ബില്ലിന്റെ ലെറ്റർ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്.
അപ്പൊ നമുക്കറിയാം ഈ ലെറ്ററിന്റെ കൂടെ ഈ ബില്ലിന്റെ ലെറ്റർ വെക്കുന്നത്. ബിൽസ് ലെറ്റർ മേക്സ് ദ കേസ്. ഫ്രാങ്ക് നോട്ടഡ് ദാറ്റ് എൻക്ലോസ്ഡ് 4-page letter from Bill Wilson dated Wednesday, January 4 was written at my request. അതായത് ജനുവരി 4 ബുധനാഴ്ച 4 പേജുള്ള ഒരു കത്താണ് ബിൽ വിൽസൺ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വാസ് റിട്ടൺ അറ്റ് മൈ റിക്വസ്റ്റ്, എന്റെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ എന്റെ അപേക്ഷ പ്രകാരം, ഇൻ വിച്ച് ഹി ആസ്ക്ഡ് ബിൽ ടു ഔട്ട്ലൈൻ certain accomplishment and problem solved deserving prompt and constructive consideration. അതായത് അറ്റ് മൈ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഫ്രാങ്ക് ആമോസിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ബിൽ വിൽസൺ കത്ത് എഴുതുന്നത്. അതിനകത്ത് വിവരിച്ചിരിക്കുന്ന എന്താണ്? സർട്ടൻ അക്കംപ്ലിഷ്മെന്റ് ആൻഡ് പ്രോബ്ലംസ്, അതായത് വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ട ചില പ്രശ്നങ്ങള്, ഓൾ ഡിസർവിംഗ് പ്രോംപ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ, അതായത് ഈ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരേണ്ട ചില പ്രോംപ്റ്റ് ആയിട്ടും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചില കൺസിഡറേഷനുകൾ ആണ് ആ ലെറ്ററിൽ വിവരിച്ചിരിക്കുന്നത്. ആമോസ് സജഷൻസ് ദാറ്റ് വിൽസൺ റൈറ്റ് എ കോംപ്രഹെൻസീവ് ലെറ്റർ ഈസ് സിമിലർ ടു ദി വൺ ഹി മേഡ് ഇൻ സെപ്റ്റംബർ. അപ്പം ഈ ലെറ്ററിൽ ഫ്രാങ്ക് ആമോസ് സജസ്റ്റ് ചെയ്യുന്നത് ബിൽ വിൽസണോട് പറഞ്ഞത് എങ്ങനെയാണ്? ഏതാണ്? നീ സെപ്റ്റംബറിൽ എഴുതിയ ഷീപ്പ് ആൻഡ് ഗോഡ്സ് എന്ന് പറയുന്ന ആ ലെറ്ററിനോട് തുല്യമായിരിക്കണം. ബട്ട് ദ ടോൺ ആൻഡ് ടെണർ ഓഫ് ബിൽസ് ജനുവരി ലെറ്റർ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഹിസ് ലാസ്റ്റ് ലോങ് ലെറ്റർ. ഷീപ്പ് ആൻഡ് ഗോഡ്സ് എന്ന് പറയുന്ന നവംബറിലെ ലെറ്ററിൽ നിന്ന് വ്യത്യസ്തമായി ബിൽ വിൽസന്റെ സൗണ്ടും അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ടോണും ഒക്കെ ഈ ലെറ്ററിൽ വ്യത്യസ്തമായിരുന്നു. റാദർ ദാൻ അബ്ജക്ട്ലി പ്ലീഡിങ് ഫോർ ഹെൽപ്പ്, അതായത് വളരെ യാചനാപൂർവം സഹായത്തിന് അഭ്യർത്ഥിച്ചിരുന്ന ഒരു ലെറ്ററാണ് ഷീപ്പ് ആൻഡ് ഗോഡ്സ്. പക്ഷേ വിൽസൺ പ്രൊജക്റ്റഡ് എ ന്യൂ ഫൗണ്ട് കോൺഫിഡൻസ്. ഇവിടെ ഒരു പുതിയ ആത്മവിശ്വാസത്തിലേക്ക് ബിൽ വിൽസൺ വന്നിരിക്കുന്നു. ആൻഡ് സെൻസ് ഓഫ് കൺട്രോൾ, അവനെ തന്നെ നിയന്ത്രിച്ചാണ് സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് കാഷ്വലി ടെല്ലിംഗ് ദ ട്രസ്റ്റീസ്, എപ്പോഴും അവൻ ഒരു വളരെ സാധാരണ രീതിയിൽ ട്രസ്റ്റിയോട് പറയുന്ന രീതിയിലാണ് telling the trustees. Quite a debate has happened in the alcoholic department since the last meetings of the foundation. അതായത് കഴിഞ്ഞ ആൽക്കഹോളിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ മീറ്റിംഗിന് ശേഷം അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ മീറ്റിംഗിന് ശേഷം നമുക്ക് കുറെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വിച്ച് ഹാഡ് ബീൻ ഹെൽഡ് ഓൺ സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ അവസാനത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ആൻഡ് സേയിങ് ഹി വിൽ നൗ, അദ്ദേഹം ഇങ്ങനെ ബിൽ വിൽസൺ പറയാണ്, എൻഡ് ഓവർ ടു ബ്രിങ് യു, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യം നിങ്ങളോട് പറയുന്നില്ല. അപ് ടു ദ ഡേറ്റ് സെറ്റ് ഫോർത്ത് ദ പ്രോബ്ലംസ് വിച്ച് മോസ്റ്റ് കൺസേൺ അസ് അറ്റ് ദ മൊമെന്റ്. ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തെ കൂടുതൽ വ്യക്തമായിട്ട് പരിഗണിക്കുന്ന തരത്തിലായിരിക്കുന്നു. ദ ഷിഫ്റ്റ് ഫ്രം ഹംബിൾ സപ്ലിക്കേറ്റ് ടു അഷ്വർഡ് പ്രസന്റർ ഓഫ് ഫാക്ട് ഓഫ് സ്ട്രൈക്കിംഗ്. അപ്പോൾ ഒരു റിക്വസ്റ്റിനെ പോലെയോ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയ്ക്കാൾ ഉപരിയായി ഒരു പ്രസന്ററെ പോലെ എന്തൊക്കെ സംഭവിച്ചു എന്ന് കൃത്യമായി ഫാക്ട് വെച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാണ്. ഇൻ അഡീഷൻ, അതുകൂടാതെ വിൽ മെയ്ഡ് നോ റിക്വസ്റ്റ് ഫോർ അപ്രൂവൽ ഓഫ് ദ ആക്ഷൻസ് ദേ ഹാഡ് ടേക്കൺ ഇൻ ദിസ് ലെറ്റർ. ഈ ലെറ്ററിൽ ഒരിക്കലും ഒരു ആക്ഷൻ, അപ്രൂവൽ ഓഫ് ദ ആക്ഷനെ പറ്റി അഭ്യർത്ഥിക്കുന്നില്ല. ഇൻസ്റ്റഡ് ഹി പ്രസന്റഡ്, അതിന് പകരമായി ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ട് a detailed account of their accomplishment and follows this with a list of 4 current problems that need to be resolved. 4 പ്രധാന പ്രശ്നങ്ങള് അവരത് ശ്രദ്ധാപൂർവം പരിഗണിക്കണമെന്നും അത് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ക്ലിയർലി indicating what the Rockefeller men could do the helpful should they choose to do so. ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആളുകള് ഈ 4 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, അത് സഹായകരമായി ചെയ്യാൻ കഴിയുന്നത്, അത് ചൂസ് ചെയ്യണമെന്ന്. The first page and half of Bill's letter recap the writing of the book. ആദ്യത്തെ 1.5 പേജ് ഈ ലെറ്ററിൽ ഈ ബുക്കിന്റെ എഴുത്തുകളെ കുറിച്ചാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓൺ ദ മണി ബോറോഡ് ഫ്രം ചാൾസ് ടൗൺ. അതായത് ചാൾസ് ടൗൺസ് ഹോസ്പിറ്റലിൽ നിന്ന് പണം കടം മേടിച്ചതിനെ പറ്റിയും ആൻഡ് നോട്ട്സ് ദാറ്റ് സ്റ്റോക്ക് ഇൻ ദ 100 Man കോർപ്പറേഷൻ ഹാഡ് ബീൻ ഇഷ്യൂഡ് ആൻഡ് സോൾഡ്. പിന്നെ സ്റ്റോക്കിനെ പറ്റിയും, അതായത് 100 Man കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചതിന് ശേഷം സ്റ്റോക്ക് വിറ്റ് കിട്ടിയ പണത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഓൾ ഓഫ് ദിസ് ഹി സേസ്, അത് കൂടാതെ ശേഷം പറയുന്നത് വാസ് ഡൺ വിത്ത് ജസ്റ്റ് 1 purpose ഇൻ മൈൻഡ്, ഒറ്റ കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ടു റൈറ്റ് ആൻഡ് ബ്രിങ് എ പ്രസ്, ഒരു ബുക്ക് എഴുതുക. ബ്രിങ് ടു പ്രസ് എ ബുക്ക് എക്സ്പ്ലെയിനിങ് ദയർ മെത്തേഡ് ഓഫ് റിക്കവറി, അതായത് പ്രസ്സിലേക്ക് ഒരു ബുക്ക് എത്തിക്കുക, ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഓഫ് റിക്കവറി അല്ലെങ്കിൽ ഈ മോചനത്തിന്റെ ഈ മെത്തേഡ് എത്തിക്കുക, അത് വിവരിക്കുന്ന ഒരു ബുക്ക് പ്രസ്സിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഇതിനുള്ളൂ. ദാറ്റ് ബുക്ക്, ആ ബുക്ക് ഈ കോൺഫിഡന്റ്ലി റിപ്പോർട്ട്സ്, അവൻ ആത്മവിശ്വാസപൂർവ്വം റിപ്പോർട്ട് ചെയ്തു, ഷുഡ് ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് അവർ പ്രിന്റർ അബൌട്ട് March 1.
മാർച്ച് 1 മുമ്പായി പ്രിന്ററിന്റെ കൈകളിൽ അല്ലെങ്കിൽ ഈ ബുക്ക് പ്രിന്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ എത്തിയിരിക്കും. വിത്ത് ദ മാനുസ്ക്രിപ്റ്റ് നൗ കംപ്ലീറ്റ്. മാനുസ്ക്രിപ്റ്റ് ഇപ്പോൾ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. അതിന്റെ പബ്ലിക്കേഷൻ ജസ്റ്റ് വീക്സ് അവേ. പബ്ലിക്കേഷൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ഉള്ളൂ. അവർ പൊസിഷൻ ഈസ് മച്ച് ഇംപ്രൂവ്ഡ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പ് കൂടുതൽ വികസിച്ചിരിക്കുന്നു, കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ഡോണേഴ്സ് ആൻഡ് എനി പൊട്ടൻഷ്യൽ റൈറ്റർ ഓഫ് ദ ഫോർവേഡ്, അതായത് ആമുഖം എഴുതുന്നതിനായി എലോങ് വിത്ത് ഡോണേഴ്സ് ആൻഡ് എനി പൊട്ടൻഷ്യൽ റൈറ്റർ ഓഫ് ദ ഫോർവേഡ്, ആമുഖം എഴുതുന്നതിനായി ആളുകളെ കാണണം. പബ്ലിക്കേഷൻ ഇൻ വിച്ച് വി സീക്ക് ആർട്ടിക്കിൾസ്. പിന്നെ ഞങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് മുമ്പായി ചില ആർട്ടിക്കിളുകൾ അന്വേഷിക്കുന്നുണ്ട്. ക്യാൻ നൗ സീ പ്രിഷ്യസ്ലി വിത്ത് വാട്ട് ദേ ഡീൽ. ഇപ്പൊ അവർക്ക് ഈ ബുക്ക് ഇത്രയും എഴുതി തീർന്നത് കൊണ്ട് അവർക്ക് ഈ പറയുന്ന ബുക്കിന്റെ ഈ സുപ്രധാനമായ ആവശ്യം അവർക്ക് കാണാൻ കഴിയും. ആൻഡ് ക്യാൻ നൗ ജഡ്ജ് ഇന്റലിജന്റ്ലി. അവർക്കിപ്പോ ഇതിനെ ന്യായം വിധിക്കാൻ കഴിയും വളരെ ബുദ്ധിപരമായി. അവർ പ്രൊപ്പോസൽസ് ആർ എൻറ്റൈൽഡ് ടു ദെയർ ഫേവറബിൾ കൺസിഡറേഷൻ. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷനിൽ പരിഗണിക്കാനും കഴിയും. അവർ ആർട്ടിക്കിൾ എഴുതുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിളുള്ള പത്രക്കാർക്കും എഴുതാൻ പോകുന്ന പത്രക്കാർക്ക്. ഡിസ്പൈറ്റ് ദിസ് സിഗ്നിഫിക്കന്റ് അക്കംപ്ലിഷ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം there are he notes several problems coming from the trustees at this time may be resolved into 4 main categories here there. ഇത്തരം കാര്യങ്ങളിൽ ട്രസ്റ്റികളിൽ നിന്ന് വരാറുള്ള ചില കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം ഇവിടെയാണ്. അപ്പൊ അത് 4 കാറ്റഗറി ചെയ്യണം. ഒന്ന്, സെക്യൂറിംഗ് ഓഫ് പ്രോപ്പർ പബ്ലിസിറ്റി ഇൻ such periodicals as readers such as good housekeeping etc. അതായത് പബ്ലിസിറ്റി, അതായത് ഈ ബുക്കിന് പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് റീഡേഴ്സ് ഡൈജസ്റ്റിനോടും സാറ്റർഡേ പോസ്റ്റിനോടും ഗുഡ് ഹൗസ് കീപ്പിങ്ങിനോടും പറയുക. ടു പ്രസ്യൂഡ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഓഫ് പെർമനൻസ് ടു റീഡ് അവർ ബുക്ക്, അതായത് ഇൻവെസ്റ്റിഗേറ്റ് അവർ സിറ്റുവേഷൻ. അതായത് നല്ല ആളുകളോട്, അതായത് സൂട്ടബിൾ അനുയോജ്യരായ ആളുകളെ കൊണ്ട് ഈ ബുക്ക് വായിപ്പിക്കുക. അവരുടെ ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റ് അവർ സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യത്തെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറയാം. ആൻഡ് വൗച്ച് ഫോർ അവർ വർക്ക് ഇൻ എ പ്രിഫേസ് ടു ദി വോളിയം. ഒരു പ്രീഫേസ് എഴുതുക, ആമുഖം എഴുതുക എന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? ടു സെക്യൂർ ഫണ്ട്സ് ഇൻ ആൻ എമൗണ്ട് വിച്ച് ബി എസ്റ്റിമേറ്റഡ് $2,500. ഒരു $2,500 ഒരു ഫണ്ട് നമുക്ക് വേണം. ടു പേ പ്രിന്റിംഗ് കോസ്റ്റ്, അതായത് ഈ പുസ്തകം എഴുതാനുള്ള പ്രിന്റിംഗ് കോസ്റ്റിനായിട്ട്. ടു മെയിൻറ്റെയിൻ അവർ ഓഫീസ്, നമ്മുടെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആൻഡ് സ്റ്റാഫ് ഏബിൾ ടു ഹാൻഡിൽ ദ ലാർജ് നമ്പർ ഓഫ് ഇൻക്വയറീസ് ആൻഡ് പ്രോബ്ലംസ്. അതായത് നമ്മളുടെ അന്നത്തെ സെക്രട്ടറി അല്ലെങ്കിൽ ഓഫീസിലെ ആളുകൾക്ക് ഈ പറയുന്ന റൂത്ത് ഹോക്കുള്ളൂ അന്നേരം പുതിയ ആളുകൾ നിയമിച്ചിട്ട്, പക്ഷെ അവരുടെ ഈ എൻക്വയറീസ് അംഗങ്ങളുടെ അന്നത്തെ അംഗങ്ങളുടെ ഭാര്യമാരുമാണ് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ അന്ന് കത്ത് വഴിയാണ് അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നത്. ആ സമയത്ത് ഈ ബുക്ക് എഴുതി കഴിയുമ്പോൾ വളരെ വെള്ളം പൊളിച്ചുവിട്ട പോലെ അന്വേഷണങ്ങൾ വരും. അന്നേരം നമുക്ക് അത് തിരിച്ചു മറുപടി കൊടുക്കാനായിട്ട് ഹാൻഡിൽ ദ ലാർജ് നമ്പർ ഓഫ് എൻക്വയറീസ് ആൻഡ് പ്രോബ്ലംസ്, പ്രശ്നങ്ങളെ പറ്റിയുള്ള ഈ അന്വേഷണങ്ങൾക്ക് മറുപടി വിച്ച് ദ ബുക്ക് വിൽ അൺഡൗട്ട്ലി പ്രൊവോക്ക്. അതായത് ഒരു സംശയമില്ല, ബുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വരും, അത് പ്രൊവോക്ക് ചെയ്യും, അല്ലെങ്കിൽ ആളുകളെ ഇതിനകത്തേക്ക് സമീപിക്കാനായിട്ട് അവർക്ക് തോന്നും. അപ്പൊ അതിന് മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് ഒരു $2,500 വേണം. എന്തിനാ? പ്രിന്റിങ്ങിനും ഇത്തരം ഓഫീസിന്റെ മെയിൻ്റെനൻസിനും. നാലാമത്തെ കാര്യം എന്താണ്? ടു കൺസിഡർ ഇൻ ഡീറ്റെയിൽ, വളരെ വിശദമായി പരിശോധിക്കണം. ആൻഡ് ടു ലേ ഡൗൺ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് വിച്ച് വി ought to bear in mind after the appearance of the book. അപ്പോ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ, ചില തത്വങ്ങൾ, പോളിസീസ് നമ്മുടെ മനസ്സിൽ കരുതണം ഈ ആഫ്റ്റർ ദ അപ്പിയറൻസ് ഓഫ് ദ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് ശേഷം. ദ റിമൈനിങ് 2.5 pages, അടുത്ത 2 പേജ് ഓഫ് ദ ലെറ്റർ ആർ ടേക്കൺ അപ്പ് വിത്ത് ദ റിപ്പോർട്ട് ഓഫ് ഹൗ വി സ്റ്റാൻഡ് റൈറ്റ് നൗ ഓൺ ഈച്ച് വൺ ഓഫ് ദിസ് പോയിന്റ്. ഞങ്ങൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹാങ് പിയും ബോബും അല്ലെങ്കിൽ ആൽക്കോളിസം അംഗങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദിസ് അമൗണ്ട്സ് ടു എ റീകൗണ്ടിങ് ഓഫ് ഹിസ് ആൻഡ് ഹാങ്സ് most recent activities along with the direct or implied suggestions for what the trustees might do if they wish to be helpful going forward. അതായത് ഹാങ്കിന്റെയും ബിൽ ഡബ്ല്യുന്റെയും നേരിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ട്രസ്റ്റിമാരെ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് സഹായകരമായിട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട്, ഹെൽപ്ഫുൾ ഗോയിങ് ഫോർവേഡ്.
അതായത് വീണ്ടും എങ്ങനെയാണ് അവർക്ക് സഹായകരമായിട്ട് ഫോർവേഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് അടുത്ത 2.5 പേജിൽ അദ്ദേഹം പറഞ്ഞത്. ആ ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. താങ്ക് യു.